സാധ്യതകളെ നമ്മൾ ആരായുകയും അതിനെ വിലയിരുത്തുകയും നമ്മളാൽ കഴിയുന്ന വിധത്തിൽ അവയെ നടപ്പിലാക്കുകയും ചെയ്തുകൊണ്ടാണല്ലോ നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പൊതുവിദ്യാഭ്യാസ സമ്പ്രദായം അല്ലെങ്കിൽ ഒരു സിസ്റ്റം ആയിട്ട് നമ്മുടെ കേരളം മാറുകയും കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ ഒരു വിഷൻ അല്ലെങ്കിൽ പുതിയൊരു കാഴ്ചപ്പാട് ഒരു ലീഡർഷിപ്പിൽ ഒരു പ്രഥമാധ്യാപകൻ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൾ, ഒരു സ്കൂൾ ലീഡർ എന്ന നിലയിൽ നമുക്ക് എങ്ങനെ ഒരു നവീനമായ കാഴ്ചപ്പാടോടുകൂടി നമ്മുടെ സംഘത്തെ നയിക്കാം. ഇതാണ് ഇന്നത്തെ നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. നമ്മുടെ വിധു സാറ് നമ്മോടൊപ്പം, സാറ് ഇങ്ങനെ ക്യാമറ ഓൺ ചെയ്ത് ചെറിയ പുഞ്ചിരിയോടുകൂടെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. മേ ബി ഇവിടെ കൂട്ടത്തിലിരിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹത്തെ പരിചയമുണ്ടായിരിക്കും. ഡോക്ടർ വിധു പി നായർ സിമാറ്റിന്റെ പരിശീലനങ്ങളിൽ വളരെ സുപ്രധാനമായ ഒരു സാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ, ആശയങ്ങൾ ഒരുപക്ഷെ നവീനമായ പൊതുവിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ പുതിയ മേഖലകളിലേക്ക് നമ്മുടെ ചിന്തകളെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാൻ, നമ്മുടെ ചിന്തകളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിധു സാർ നമസ്കാരം, സ്വാഗതം. നമസ്കാരം. ഓക്കെ സാർ, താങ്ക് യു. ഇവിടെ നമുക്ക് ഏകദേശം 200 പേരിലധികം വന്നിട്ടുണ്ട്. ഇവിടെ വന്നുകൂടിയിരിക്കുന്ന എല്ലാ ഏറ്റവും പ്രിയപ്പെട്ട ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരെയും ഏറെ ബഹുമാനത്തോടെ, ഏറെ സ്നേഹത്തോടെ ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിധു സാറിനെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ടീം സിമാറ്റിന്റെ സ്വാഗതം. നമ്മൾ നേരെ കോഴ്സിലേക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ലീഡിംഗ് ഇന്നോവേഷൻ എന്നുള്ളതാണ് നമ്മുടെ ടൈറ്റിൽ. ബഹുമാനപ്പെട്ട വിധു സാറിലേക്ക് ഞാൻ മൈക്ക് കൈമാറുക. സാർ, വളരെ ഗ്രഹാതുരതയോടെയാണ് ഞാനിപ്പം ഇവിടെ ഇരിക്കുക. കാരണം 1995-96 ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നു. അവിടുന്ന് ഞാൻ പരാജയം ഏറ്റുവാങ്ങി, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ ആയുധം താഴെ വച്ച് അവിടുന്ന് പോന്നയാളാണ്. എന്നാലും നിങ്ങളെല്ലാം കാണുമ്പം വളരെ സന്തോഷം. ആയുധം താഴെ വെച്ച് പോകുന്ന കഥ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സെഷനിലേക്ക് കടക്കാം. 1996 നമ്മളെ പുതിയ പാഠ്യപദ്ധതി ഇല്ല. നമ്മുടെ പുതിയ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? അന്ന് ഈ പുതിയ പാഠ്യപദ്ധതി ഇല്ലാത്ത കാലമാണ്. അത് നമ്മുടെ ഒരു ഓൾഡ് സ്കൂളിന്റെ കാലഘട്ടം. അപ്പൊ അന്ന് ഞാൻ ഇതുപോലെ ഒരു സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപകനായിട്ടാണ് ജോലി ആരംഭിക്കുന്നത്. അവിടെ ഞാൻ ചെന്ന് പെടുന്നത് തന്നെ ഏകദേശം ഒരു സെപ്റ്റംബർ മാസത്തിലാണ്. സെപ്റ്റംബർ 3-ാം തീയതിയാണ് കൃത്യമായിട്ട് പറഞ്ഞത്. ചെന്ന ദിവസം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഈ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും 210, 212, 218, ഒരു ടോപ്പ് സ്കോറർ 235കാരനാണ്. അപ്പോൾ ഞാൻ അവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പാഠം ദ പീപ്പിൾ എന്ന് പറഞ്ഞ പുസ്തകത്തിലെ ആദ്യത്തെ ഒരു ലെസനാണ്. ദ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്നാണ് ആ പാഠത്തിന്റെ പേര്. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു പ്രസംഗമാണ് ഈ പാഠം. ഞാൻ പഠിച്ചത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയതുകൊണ്ട് ലിറ്ററേച്ചറിൽ ഈ പ്രസംഗങ്ങളുടെ ഒരു പ്രസക്തി എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ്. എൻ്റെ ജീവിതത്തിലെയും ഒരുപക്ഷെ എൻ്റെ സ്കൂൾ ജീവിതത്തിലെയും ആദ്യത്തെ ക്ലാസ്സിൽ ഈ ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി ആണ് ഇറക്കുമതി ചെയ്യാനുള്ളത്, മാർക്കറ്റ് ചെയ്യാനുള്ളത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. അവിടെ ഞാൻ പറയുന്നതൊന്നും ഈ കഥാപാത്രങ്ങൾക്കൊന്നും പിടികിട്ടുന്നില്ല. ഈ പിള്ളേരെല്ലാം എൻ്റെ നേരെ തുറിച്ച് നോക്കുന്നു. ചിലർ എൻ്റെ നേരെ നിസ്സംഗതയോട് കൂടി നോക്കിയിരിക്കുന്നു. രക്ഷയില്ല. 2-ാം ദിവസം ഞാൻ ഈ പാഠം മാറ്റി പിടിച്ചു. ആ പുസ്തകത്തിലുള്ള DS ലോറൻസിന്റെ സ്നേക്ക് എന്നുള്ളൊരു കവിത. അപ്പോഴും എൻ്റെ ഈ ലിറ്ററേച്ചർ പഠിച്ച ഈ അസുഖം എന്നെ പിന്തുടരുന്നുണ്ട്. ഞാൻ DS ലോറൻസിനെ കുറിച്ചും സ്നേക്ക് എന്നുള്ള ഇമേജിനെ കുറിച്ചും സൗണ്ട് കുറവാണ്, സൗണ്ട് കൂട്ടാം, സൗണ്ട് കൂടും കുറച്ച് കഴിയുമ്പോഴേക്കും. ഈ ആവേശം വരുമ്പോൾ ശബ്ദം കൂടിക്കോളും. അപ്പോൾ വേർഡ്സ്വർത്ത് എന്താണ് പോയട്രിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, എന്താണ് യഥാർത്ഥത്തിൽ പോയട്രി, ഇതൊക്കെ പറഞ്ഞാൽ തുടങ്ങാം. അത് പറഞ്ഞു തുടങ്ങാനേ നമുക്കൊന്ന് അറിയൂ. എന്തായാലും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്പെ പരാജയപ്പെട്ടു.
ഈ DS ലോറൻസിനെ ഇവർ കേട്ടിട്ടില്ല. സ്നേക്ക് എന്ന് പറയുന്ന ഇമേജറിയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. അങ്ങനെ ആകെ ബുദ്ധിമുട്ടിലായി ഇരിക്കുമ്പം എന്നിൽ ആദ്യത്തെ ആശയം മുളപൊട്ടി. ഞാൻ പറഞ്ഞു, എല്ലാവരും, ഞാൻ അടുത്ത ക്ലാസ് ടീച്ചറും കൂടെയാണ്, ആ ക്ലാസ്സിന്റെ 11A ആണ്. 11Aയുടെ ക്ലാസ് ടീച്ചറും ഞാനാണ്. അതിനകത്ത് കുറച്ച് സയൻസുകാരും ഉണ്ട്, ഹ്യൂമാനിറ്റീസുകാരും ഉണ്ട്, കൊമേഴ്സുകാരുണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ്, കൂട്ടിക്കുഴച്ചൊക്കെ എടുത്ത്. ഏതായാലും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങണം. നിങ്ങൾക്ക് ഒരുത്തനും വാക്കുകൾ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പുതിയ വാക്കുകളൊന്നും അറിയില്ല. ഇങ്ങനെ പോയാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവരും ഇന്ന് തന്നെ പോയി ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങണം. എല്ലാവരും പിറ്റേ ദിവസം ഇംഗ്ലീഷ് ഡിക്ഷണറി വാങ്ങി. അങ്ങാണ്ട് 350 രൂപയും കണ്ട് അന്നത്തെ കാലത്ത് വിലയുണ്ട്. ഏതായാലും ആൾക്കാർ പോയി കഷ്ടപ്പെട്ടും ഒക്കെ വാങ്ങിച്ചു. പിന്നെ അടുത്ത ഡിമാൻഡ്, എല്ലാവരും ഒരു പുതിയ നോട്ട്ബുക്ക് വാങ്ങിക്കണം. ഈ നോട്ട്ബുക്കിനകത്ത് നിങ്ങൾക്കറിയില്ലാത്ത ഒരു ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ ഡിക്ഷണറി നോക്കി എഴുതണം. എഴുതിയ ശേഷം അതിൻ്റെ അർത്ഥം എഴുതണം. അർത്ഥം എങ്ങനെ എഴുതണം? ഇംഗ്ലീഷിലുള്ള അർത്ഥം എഴുതേണ്ടത്. കൂടാതെ അത് ഉപയോഗിച്ചൊരു വാചകവും കൂടി എഴുതണം. അപ്പൊ ഇംഗ്ലീഷ് ഡിക്ഷണറി, നോട്ട്ബുക്കിലെ ഒരു പുതിയ വാക്ക്, ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ എഴുതണം. അതും കൂടാതെ ഒരു വാചകം, ആ പുതിയ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ടുള്ള വാചകവും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ അസൈൻമെന്റ് കംപ്ലീറ്റ് ആവും. അപ്പൊ എന്റെ ഭാവനയിൽ ഞാൻ കണ്ടു, ഏകദേശം ഒരു 130 ദിവസം കൂടി ഇനി ആ വർഷം വർക്കിംഗ് ഡേയ്സ് ഉണ്ടാവും. അടുത്ത വർഷം ഒരു 200 വർക്കിംഗ് ഡേ കൂടി 330 വാക്ക് പുതിയത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പൊളിച്ചെടുക്കും. നിങ്ങൾക്ക് ഏത് ഭാഷയും നിങ്ങൾക്ക് വഴങ്ങി തുടങ്ങും. കാരണം യു ഹാവ് ഗോട്ട് ഓൾമോസ്റ്റ് 330 ന്യൂ വേർഡ്സ് ഇൻ യുവർ വൊക്കാബുലറി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എന്തു ആവാലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഏതായാലും കുട്ടികളെല്ലാവരും തന്നെ പുതിയ ബുക്ക് വാങ്ങിച്ചു, എഴുത്തു തുടങ്ങി. രാവിലെ വരുമ്പോൾ തന്നെ ഈ മേശപ്പുറത്ത് ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആ ബുക്കുകൾ തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ആദ്യത്തെ പേജിൽ തന്നെ വളരെ മനോഹരമായി കലാപരമായി പേര്, പിന്നെ പൊങ്ങലൊക്കെ ഇട്ട് ഉള്ള ചിത്രങ്ങള്. പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ അതിമനോഹരമായിട്ടാണ് ബുക്ക് കൊണ്ടുവച്ചേക്കുന്നത്. ചിലർ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പൊ എൻ്റെ ആനന്ദത്തിന് അതിലില്ല. കാരണം ഇത്രയും നന്നായിട്ടൊക്കെ പ്രതികരിക്കുന്ന കുട്ടികൾ. ഒരു ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്, ആദർശ് എന്ന് പറയുന്ന കുട്ടി ഈ ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. അയാൾക്ക് ബുക്കും ഇല്ല, അയാൾക്ക് ഡിക്ഷണറി ഇല്ല, ഒന്നുമില്ല. അതിനെ നിരാശപ്പെടുത്തി, കണ്ടമാനം നിരാശപ്പെടുത്തി. എന്തായാലും ഞാൻ പറഞ്ഞു, ആദർശ് ഇങ്ങനെ പോയാൽ പറ്റില്ല, നമുക്ക് ഭാഷ പഠിക്കണ്ടേ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു പ്രസക്തി, ഈ നോളജ് ഇക്കണോമിയിലൊക്കെയുള്ള ഇംഗ്ലീഷ് ഭാഷയുടെ പ്രസക്തിയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ പ്രഭാഷണമൊക്കെ നടത്തി ഉദ്ബോധിപ്പിക്കാനൊക്കെ ശ്രമിച്ചു. ഏതായാലും പിറ്റേ ദിവസവും ആദർശ് ബുക്ക് കൊണ്ടുവന്നില്ല. പിറ്റേ ദിവസം ആദർശിന് ഡിക്ഷണറി ഇല്ല, പുതിയ ബുക്കും ഇല്ല, പുതിയ വാക്കും ഇല്ല, പുതിയ സെന്റൻസും ഇല്ല, അർത്ഥവും ഇല്ല, യാതൊന്നുമില്ല. ആകെ ബുദ്ധിമുട്ടായി. എന്തായാലും ഞാൻ പറഞ്ഞു, നാളെ നിന്നെ ഞാൻ ക്ലാസ്സിൽ നിന്ന് അടിച്ചു, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ഏതായാലും പിറ്റേ ദിവസവും ആദർശ് ബുക്ക് കൊണ്ടുവന്നില്ല. അപ്പം ഞാൻ ഇവനെ നിഷ്കരണം ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി നിന്ന് സംസാരിക്കാൻ എനിക്ക് കുറച്ച് മടിയുണ്ട്. എനിക്ക് മീശ മുളച്ചിട്ടില്ല ആ കാലത്ത്, എനിക്ക് മീശയില്ല. എനിക്ക് എന്നെക്കാൾ ഏകദേശം ഒരു മിനിമം ഒരു 2 അടി പൊക്കം കൂടെ ആദർശിനുണ്ട്. ഒരു നല്ല വണ്ണമുള്ള ആളാണ്, ഒത്ത മനുഷ്യനാണ്. അയാളുടെ മുമ്പിലേക്ക് അടുത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഈഗോ എന്നെ ഹർട്ട് ചെയ്യും. കാരണം അയാൾ ഞാനും തമ്മിലുള്ള പൊക്കം ആ ക്ലാസ്സിലുള്ള പെൺപിള്ളേരെല്ലാം കാണും. അപ്പൊ തന്നെ എൻ്റെ ഒരു ചെറുപ്പം, എന്നെ ചെറുതായിട്ട് ഒരു അവഗണന ഉണ്ടാവും എൻ്റെ മേൽ എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് മാറിയൊക്കെയാണ് നിൽക്കുക, അടുത്തേക്കൊന്നും പോകാറില്ല. ഏതായാലും ഞാൻ എൻ്റെ എല്ലാ ശൗര്യവും ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു, ആദർശ് ഗെറ്റ് ഔട്ട് ഓഫ് ദ ക്ലാസ്. ആദർശ് അങ്ങനെ വാതിക്കലേക്ക് പോയി, അവിടെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പം സ്കൂളിലെ പ്രിൻസിപ്പൽ നല്ല വണ്ണമുള്ളൊരു സ്ത്രീയാണ്. അവരൊരു ഹെഡ് മിസ്ട്രസ് ആയിരുന്നു ആ സ്കൂളിലെ, പിന്നീട് പ്രിൻസിപ്പലും കൂടെയാണിപ്പം. ഒരു നീണ്ട വടിയുണ്ട് കയ്യിൽ.
ഈ വടിയെടുത്ത് ആ ക്ലാസിന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരെ അടിച്ചകത്ത് കയറ്റി ഇങ്ങനെ വരും. എല്ലാ ക്ലാസിന്റെ മുമ്പിലും ഉണ്ടാവും ദ്വാരപാലകന്മാരായിട്ട് 1-2 പേരൊക്കെ. എന്റെ ക്ലാസിന്റെ മുമ്പിൽ ആദർശ് നിൽക്കുമ്പോൾ എനിക്ക് ക്ലാസ്സിൽ നിന്ന് ദൂരെ കാണാം ഈ പ്രിൻസിപ്പൽ അങ്ങനെ വടിയൊക്കെ ചുഴറ്റി വരുന്നത്. എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി തുടങ്ങി. കാരണം ഇന്ന് ആദർശിന് 2 കിട്ടും. ഞാൻ എത്ര ദിവസമായി കൊണ്ട് പറയുന്നു ഇങ്ങനെ ഈ ബുക്ക് കൊണ്ടുവരാതെ പറ്റില്ല. ഇത്രയും വലിയൊരു ഐഡിയ, ഒരു ഇന്നോവേഷൻ ഞാൻ മുമ്പോട്ട് വെച്ചിട്ട് യാതൊരു കരുണയില്ലാതെ പെരുമാറുന്നത് ശരിയല്ലല്ലോ. ഏതായാലും വന്നു. പ്രിൻസിപ്പൽ അവൻ 2 അടി പുറത്തിട്ട് കൊടുത്തു. എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്നും പറ്റി ചോദിച്ചില്ല. കേരളത്തെന്ന് പറഞ്ഞു. ആദർശ് ചാടി ക്ലാസ്സിനകത്ത് നേരെ എൻ്റെ മുമ്പിൽ കൂടി നെഞ്ച് വിരിച്ച് മാറി വിരിച്ച് നടന്നുപോയി ഏറ്റവും ബാക്ക് സീറ്റിൽ പോയിരുന്നു. ഇനി സംഭവം നടന്നതായിട്ട് പോലും എൻ്റെ മുഖത്തൊരു ഭാവഭേദമില്ല. അതെനിക്ക് ചെറുതായ ഒരു ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കിയത്. ഇനിയിപ്പം പിറ്റേ ദിവസവും ആദർശ് ബുക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞാൻ ആകെ ബുദ്ധിമുട്ടിലായി. ഞാൻ വിചാരിച്ചു ഈ പ്രിൻസിപ്പൽ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഇവിടുത്തെ കഥാപാത്രം എന്ന് പറയുന്നത് ഒല്ലൂർ പോലീസ് സ്റ്റേഷനാണ്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പറ്റും ഒരാളെ ബുക്ക് കൊണ്ടുവന്നില്ല, ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഞാൻ മനപ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ സ്വസ്ഥമായ ഒരു സാധനമുണ്ട്. ഞാൻ ഒറ്റ നൊലോളിച്ചു ആ ക്ലാസ്സിൽ നിന്നിട്ട്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി. എൻ്റെ ബലഹീനമായ അവസ്ഥ കണ്ട് ആ ക്ലാസ്സിലുള്ള ഒരു പെൺകുട്ടി ചാടി എഴുന്നേറ്റ്, ലിജ എന്നാണ് അവളുടെ പേര്. ലിജ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ആദർശ് നാളെ നീ ബുക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ നിന്നെ ഞങ്ങൾ തല്ലും. പ്രിൻസിപ്പൽ തല്ലിയല്ലേ നിനക്ക് നോക്കാത്തുള്ളൂ, ഞങ്ങൾ ഈ പെൺകുട്ടികളെല്ലാം അവിടെ കൂടി നിന്നെ തല്ലും. ആദർശത്തിന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കാൻ അറിയില്ല. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ആദർശ് അവിടെ ഒരു നോട്ട് ബുക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. ആ പെൺകുട്ടികൾ ഓടിപ്പോയി. ഞാൻ ക്ലാസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ഏറ്റവും മുകളിൽ ആദർശിന്റെ ബുക്ക് വെച്ചു. ഞാൻ സന്തോഷമായിട്ട് വാദ്യക്കാർക്ക് സന്തോഷമായിക്കോട്ടെ ഇത് വെച്ചിട്ടായിരിക്കും. ഏതായാലും ഞാൻ ബുക്ക് തുറന്നു. ബുക്കിൽ എഴുതിയിരിക്കുന്ന വാക്ക് പ്രഗ്നന്റ് എന്നാണ്. പുതിയ വാക്കാണ്. ആദർശ് PS 2ാമത്തെ പേജിൽ പ്രഗ്നന്റ് എന്ന വാക്ക്. അതിന്റെ അർത്ഥം ക്യാരിയിങ് എ ബേബി. ഇവന് പ്രഗ്നന്റ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ലായിട്ടാണോ ആവോ എന്നൊക്കെ ഞാൻ ഈ ബുക്ക് തുറന്നപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ തോന്നി. അർത്ഥം എഴുതിയിട്ടുണ്ട്, ക്യാരിയിങ് എ ബേബി. താഴെ സെന്റൻസ് വായിച്ചു. The policeman went inside the burning house and came out pregnant. ആ പ്രഗ്നന്റിന്റെ അടിയിൽ ചുമന്ന കഷിക്കുന്നു വരച്ചിട്ടുണ്ട്. ഒന്നുകൂടി വായിച്ചു. The policeman went inside the burning house and came out pregnant. ഇതിൽ കുഴപ്പമുണ്ടോ? Pregnant means carrying a baby. The policeman went inside the burning house and came out carrying a baby. ഇതിൽ ഇഷ്യൂ ഉണ്ടോ? എന്നൊരു ഇഷ്യൂ തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ആരൊന്നും മിണ്ടാത്ത ആൾക്കാരാണോ? മിണ്ടില്ല. എന്തായാലും കുഴപ്പമില്ല. അപ്പൊ തന്നെ ഒരു പുതിയ നടപടി സ്വീകരിച്ചു. നാളെ മുതൽ ഈ ബുക്കിൽ ഇങ്ങനത്തെ കോപ്രായമായിട്ട് വരണ്ട. ആരും ഇങ്ങോട്ട് പുതിയ ബുക്കിൽ പുതിയ വാക്കും എഴുതണ്ട, പുതിയ സെന്റൻസും എഴുതണ്ട, ഈ ജാതി ചിത്രപ്പണിയും വേണ്ട. എന്താ കാരണം? ഒരാൾക്ക് ലാംഗ്വേജ് ശക്തിപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഉള്ള തന്ത്രം എന്ന് പറയുന്നത് ഈ ഡിക്ഷണറി നോക്കി പുതിയ വാക്കുകൾ എഴുതുക എന്നുള്ളതല്ല എന്നെനിക്ക് അന്ന് മനസ്സിലായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഇന്നോവേഷൻ അന്ന് തന്നെ പരാജയപ്പെട്ടു. അപ്പം പരാജയപ്പെട്ടപ്പോൾ ഞാൻ ഓർത്ത് ഇനി മേലാൽ ഇങ്ങനത്തെ ഇന്നോവേഷൻസ് ജീവിതത്തിൽ ഇറക്കരുത് എന്നൊക്കെ വിചാരിച്ചതാണ്. എന്നാലും ഏതൊക്കെയോ ചില സന്ദർഭങ്ങളിൽ ഏകദേശം ഒരു 100ഓളം ഇന്നോവേഷൻസ് ഞാൻ ആരംഭിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ 90ഓളം ഇന്നോവേഷൻസും പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ഒരാളെന്ന നിലയിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ നിൽക്കുന്നത്. എന്തായാലും നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നോവേഷൻ ഉണ്ടാവണമെങ്കിൽ എനിക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. The biggest possibility for innovation is a failure when you start doing something new. പുതുതായിട്ട് എന്തെങ്കിലും ആരംഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫെയിലിയറാണ് ഇന്നോവേഷന്റെ ഏറ്റവും പ്രധാനമായ അടിസ്ഥാനം, അടിത്തറ എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്നോവേഷനെ കുറിച്ച് സംസാരിക്കാനിരിക്കുന്നത്. ഇനി സോണി സർ, നമ്മുടെ ഓരോ സ്ലൈഡൊക്കെ കാണിച്ചാലോ? കാണിക്കാം സാർ, കാണിക്കാം. ആ ഭീകര സ്ലൈഡ് കൂടെ കാണിച്ചു നോക്കാം. ഫസ്റ്റ് സ്ലൈഡ്. ഓക്കെ സാർ. ഓക്കെ.
സ്ലൈഡ് വന്നു. അടുത്തതിലേക്ക് പോവാം. ഇത് നമ്മുടെ സ്ഥിരം സാധനമാണല്ലോ. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഇൻ ഫങ്ഷണൽ സ്കൂൾ ലീഡർഷിപ്പ്. ഇതൊക്കെ എന്ത്? ഓക്കെ, അടുത്തതും കൂടെ പോവാം. 1980s ഉള്ളൊരു സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് ഒരു ദിവസം ഇന്റർവെൽ സമയം ഏകദേശം 11:30 മണി രാവിലെ 2 പീരീഡ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ മുറ്റത്ത് കുട്ടികളെ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്റർവെൽ സമയമാണ്. കളി കഴിഞ്ഞ് ബെല്ലടിച്ചു. അപ്പോൾ കുറച്ച് പേരൊക്കെ ക്ലാസ്സിൽ കയറി, കുറച്ച് പേരെ കയറാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണം. പെട്ടെന്ന് ഞാൻ നോക്കുമ്പം ക്ലാസ്സിൽ കയറിയ ആൾക്കാരും പുറത്തേക്ക് ഇറങ്ങും. ഇതെന്ത് പരിപാടിയാണ്? ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിൽ കയറി പിന്നെ ഇരിക്കണ്ടേ? ഞാൻ നോക്കുമ്പോൾ ഒരു ടീച്ചർ ബുക്കൊക്കെ ആയിട്ട് സ്റ്റാഫ് റൂമിൽ നിന്ന് പുറപ്പെടുന്നത് എനിക്ക് ദൂരെ നിന്ന് കാണാം. പക്ഷെ അവരും തിരിച്ച് ഗ്രൗണ്ടിലേക്ക് കടക്കും. ഇത് ഭീരാവസ്ഥയാണല്ലോ. പിന്നെ നോക്കുമ്പോൾ ക്ലാസ് ഫുള്ള് പുറത്തേക്ക് ഇറങ്ങി കഴിയും. ഞാനും ഇറങ്ങി നോക്കുമ്പോൾ സ്കൂൾ മുഴുവനായിട്ടും ഗ്രൗണ്ടിലുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു കാറ് കിടപ്പുണ്ട്. ഈ കാറ് അതിനു മുമ്പ് ആരും ജീവിതത്തിൽ കണ്ടിട്ടുണ്ടായില്ല. ഇത് 1980s ഒരു സംഭവമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 80s ആണ്. അതെ, ഈ ഒരു കാർ ആരും കണ്ടിട്ടില്ല. അതിനു മുമ്പ് കണ്ടിട്ടുള്ള കാറുകൾ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സിന്റെ അംബാസഡർ കാർ, അത് Mark II, Mark III, പിന്നെ പ്രീമിയർ പത്മിനി, പിന്നെ സ്റ്റാൻഡേർഡ് 10 മൂട്ടക്കാർ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടില്. അങ്ങനെ കാറ്. എൻ്റെ നാട് തൊടുപുഴയാണ്. അവിടെ പൊതുവെ അങ്ങനെ വണ്ടികൾ കുറവാണ്. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോബി എന്നുള്ള വലിയൊരു ഓട്ടോറിക്ഷയും അല്ലാതെ ഒരു 5-6 ഓട്ടോറിക്ഷയും അന്നൊക്കെ തൊടുപുഴയുള്ളൂ. ആ കാലത്ത് അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ ഒരു 10-20 ഓട്ടോറിക്ഷ ഉണ്ടാവും. അതിൽ കൂടിയില്ല. ഈ ഒരു കാറ് വന്ന് ഗ്രൗണ്ടിൽ നിൽക്കുന്നു. എല്ലാവരും കാറിനെ വളരെ കൗതുകത്തോടു കൂടി നോക്കുന്നു. അപ്പം നമ്മൾ ചുമന്ന നിറത്തിലുള്ള ഈ കാറ് കണ്ട് ഞാനും ചാടി ഓടിച്ചെന്ന് അവിടെ അവിടെ പോയി നിന്നു. നോക്കുമ്പോൾ ഇതിനു മുമ്പ് കണ്ട കാറുകളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാറാണിത്. കാരണം ഞാൻ കണ്ടേക്കുന്ന കാറിന്റെ ഡ്രൈവർ ഈ സ്റ്റിയറിംഗ് ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഗിയറൊക്കെ ഇവിടുന്ന് പിടിച്ച് പൊക്കുകയും താത്തുകയും ചെയ്യുന്ന ഭയങ്കര കലാപ്രകടനം, കായികാഭ്യാസമൊക്കെ നടത്തുന്ന ഡ്രൈവർമാരെയാണ് ഞാൻ കണ്ടേക്കുന്നതിന് മുമ്പ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു കാറ് നമ്മുടെ തൊടുപുഴയിലെ ചെറിയ വീതി കുറഞ്ഞ നിരത്തുകളിലൂടെയും തൊണ്ടുകളിലൂടെ ഒക്കെ വളരെ ഒഴുകി അഴകിൽ പോകാൻ പറ്റുന്ന ഒരു കാറാണ് ഈ വന്ന് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത് സംഭവം പൊളിക്കുമല്ലോ ഈ സാധനം. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ സ്കൂളിൽ ബെല്ലടിച്ച് സ്കൂൾ വിട്ടു. കാരണം എല്ലാ കുട്ടികളും കാറിന്റെ ചുറ്റും കൂടിയേക്കുക. ഏതോ ഒരു വിദ്വാൻ ആ ഗ്യാപ്പിൽ പോയിട്ട് സ്കൂളിന്റെ കൂട്ടമണി അടിച്ച് സ്കൂളും വിട്ടു. നമ്മൾ ആ കാറിന്റെ ചുറ്റും ആർത്ത് സന്തോഷിച്ച് ആ കാറ് പോയ വഴി എല്ലാവരും ഇറങ്ങി വീട്ടിലേക്ക് പോയത് എനിക്ക് ഓർമ്മയുണ്ട്. ആ കാർ അങ്ങനെ നിൽക്കുന്നു. ആ കാറിൽ നിന്ന് ഇന്ന് 2023 ഒരു കാറിലേക്ക് നമുക്ക് ആലോചിക്കാം. എത്ര വ്യത്യാസങ്ങളാണ് നമ്മുടെ 1980s ഈ കാറിൽ നിന്നും. അന്നത്തെ ഏറ്റവും വലിയ ഇന്നോവേഷനാണ് ഈ കാർ, മാരുതി 800. ഇന്ന് 2023 നമ്മൾ നിൽക്കുമ്പം വാട്ട് ആർ ദ ഫീച്ചേഴ്സ്, എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ആണ് ഈ കാർ എന്നുള്ള ആശയത്തിന് മുകളിൽ ഉണ്ടായിട്ടുള്ളത്? അത് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. ആര് ചർച്ച ആരംഭിക്കും? ഇവിടെ ആരോ ഒരാൾ കൈ ഉയർത്തിയിരുന്നു. ആ ആള് ചർച്ച ആരംഭിച്ചാൽ നമുക്ക് തുടങ്ങാം. സൗണ്ട് കുറവാണെന്ന് പറഞ്ഞാൽ വേണ്ട. ഓട്ടോ ഗിയർ ഷിഫ്റ്റ്. അനിൽകുമാർ, നാട് എവിടെയാണ് സർ? നാട് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി. ഓക്കെ, അവിടെ പിന്നെ വണ്ടികളുടെ ഒരു ആ പറഞ്ഞോളൂ സാർ, എന്തെല്ലാം വ്യത്യാസങ്ങൾ സാറിന്റെ നാട്ടിലേക്ക്? ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആയി. ഒരു കാല് ഫ്രീ ആയി, ഇടത് കാല് ഒന്നും ചെയ്യണ്ട, പിന്നെ ബ്രേക്കും ആക്സിലറേറ്ററും മാത്രം മതി എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. പിന്നെ മറ്റു ആൾക്കാർക്ക് ഇതിലൊക്കെ പറയാം. നമുക്ക് പറയാനുള്ള ഓഫറൊന്നും പാഴാക്കണ്ട. അബ്ദുൾ സലീം സർ, പേര് ഗോപി സർ പറയുന്നത്.
സാറെന്താ പറയാൻ തുടങ്ങിയതായിരുന്നു. ഇപ്പൊ ഡ്രൈവറെ ആവശ്യമില്ലാത്ത കാറായി മാറിയില്ലേ? ഇപ്പൊ ഡ്രൈവർ വേണ്ടല്ലോ. ഡ്രൈവർ വേണ്ട. എന്തോരം മനുഷ്യർ, 255 പേര് ഇവിടെ ഉണ്ട്. ഇതിലൊക്കെ പറയൂ, ഒരു ദിവസം മുമ്പോട്ട് പോകണ്ടേ വണ്ടി എങ്ങനെയെങ്കിലും. ABS, ഹിൽ ഹോൾഡ് അസിസ്റ്റ് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്, നമുക്കറിയാം. സെക്യൂരിറ്റി ഇംപ്രൂവ് വന്നു, പവർ ബാങ്ക് വന്നു, ഇലക്ട്രിക് കാർ സർവ്വസാധാരണമായി. എനിക്കിവിടെ ചാറ്റ് ബോക്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇനി പാർക്കിംഗ് അസിസ്റ്റന്റ്, പവർ സ്റ്റിയറിംഗ്, പാർക്കിംഗ് അസിസ്റ്റൻസ്, സെൻട്രലൈസ്ഡ് AC. ബീഗം ടീച്ചറുടെ വീട് എവിടെയാണ്, നാട് എവിടെയാണ്? സർ, ഞാൻ തിരുവനന്തപുരമാണ്. കന്യാകുളങ്ങര സ്കൂളിലാണ്, കന്യാകുളങ്ങര ഗേൾസിലെ ടീച്ചറാണ്. ഓക്കെ, എനിക്ക് അത്ര വലിയൊന്നുമില്ല, ഞാൻ ചോദിക്കുന്നു. ഒരുപാട് വെറൈറ്റി കാറുകളും. അതെ. മനോജ് സാർ നാട് എവിടെയാണ്? കോഴിക്കോട്. നേറ്റീവ് പാലയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി മാറിയെന്ന് രാമേശ്വരി ടീച്ചർ പറയുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ വന്നു, 2 പേർ വരെ കയറുന്ന കാറ് വന്നു. ചേഞ്ച് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. മാനുവലായി ചെയ്യുന്ന രണ്ടും ഒരാൾക്ക് മാത്രമുള്ള കാർ ഉണ്ടെന്ന് ഡ്രൈവറിന് 12 പേർ വരെ കാറ് വന്നു. സീറ്റിംഗ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. നാനോ കാർ വന്നു, ഗ്യാസ് ഇലക്ട്രിക് കാർ വന്നു, ഡ്രൈവർലെസ് കാർ വന്നു, സൺറൂഫ്, മ്യൂസിക് സിസ്റ്റം, ക്യാമറ, റോഡ് നിറയുന്ന മറ്റുള്ള ഭീമൻ കാറുകൾ. വെള്ളത്തിലോടുന്ന കാറ്, എന്തോ വെള്ളത്തിലോടുന്ന കാറ് വന്നു, പറക്കുന്ന കാറ് വന്നു. ഓക്കെ, ഈ കാറുകളിൽ ഇത്രയേറെ മാറ്റം വരാൻ ഉള്ള കാരണം എന്തായിരിക്കും? ഒരു ഉദാഹരണം ചോദിക്കാം. ഇപ്പൊ പറഞ്ഞ കണക്കിനാണെങ്കിൽ നമുക്കിപ്പോൾ വന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ. ഇലക്ട്രോണിക് ഫ്യൂൽ ഇഞ്ചക്ഷൻ EFI ടെക്നോളജി എന്തിനു വേണ്ടിയിട്ടാണ് കാറുകാർ സ്വീകരിച്ചത്? എന്തിനായിരിക്കും? അതുപോലെ ഈ ഫ്യൂവൽ എഫിഷ്യൻസിക്ക് വേണ്ടി മറ്റെന്തെല്ലാം പരിപാടികളാണ് ഇവർ ഒപ്പിച്ചേക്കുന്നത്? ഈ മാരുതി 800 കാറിനേക്കാളും അത് ചെറുതാണെങ്കിലും അതിന് ഡോറൊക്കെ നിങ്ങൾക്ക് ഒന്ന് പിടിച്ചു നോക്കിയാൽ അറിയാം, അതിൻ്റെ മറ്റ് പാർട്സ് ഒക്കെ അനങ്ങില്ല, അത് നല്ല സ്ട്രോങ് ആണ്. പുതിയ കാറുകളൊക്കെ നമ്മൾ ചിലപ്പോൾ ചാരി നന്നായിട്ട് നിന്ന് ചിലപ്പോൾ ഒരു കുഴിഞ്ഞു പോകും. ചിലപ്പോൾ പുതിയ എല്ലാ കാറുകളും അല്ല, ചില കാറുകളെങ്കിലും. എന്തായിരിക്കും കാരണം ഈ കാറുകൾക്ക് അങ്ങനെ വ്യത്യാസം ഉണ്ടാകാൻ കാരണം? എന്തായിരിക്കും കമ്പനി അങ്ങനെയൊക്കെ ചിന്തിച്ചത്? ഇതിന്റെ വെയിറ്റ് കുറച്ചേക്കാം, ഇത്ര വെയിറ്റ് ഉള്ള പാർട്സ് ഒക്കെ ഒഴിവാക്കാം എന്ന് വിചാരിക്കാൻ കാരണം എന്തായിരിക്കും? അതെ, മൈലേജ് കൂടുതൽ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഒരു സൈഡിൽ കൂടി പെട്രോളിന്റെ വില ഷൂട്ട് ചെയ്തത് ഉയരുന്നു. അതെ, ഫ്ലെക്സ് ഫ്യൂവൽ കാർ വന്നു, സോഫ്റ്റ്വെയർ ബേസ്ഡ് കാർ വന്നു, സ്മാർട്ട് ഹൈബ്രിഡ് കാർ വന്നു. കാറൊരു കൗതുക വസ്തുവല്ല, ഫ്യൂവൽ എഫിഷ്യൻസി ഉണ്ട്. എന്തിനാണ് ഈ ABS ബ്രേക്കിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അതെന്തിനു വേണ്ടി കൊണ്ടുവന്നതായിരിക്കും? ഒരു സെക്യൂരിറ്റിയാണ്. നമുക്ക് വണ്ടിക്കകത്ത് സമാധാനമായിട്ട് യാത്ര ചെയ്യണം, വീട്ടിലുള്ള ആൾക്കാരെല്ലാം കാറിൽ ഇറങ്ങി പുറപ്പെടും രാവിലെ. സോ വി നീഡ് ദം ടു കം ബാക്ക് സേഫ്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ABS സിസ്റ്റമുള്ള കാർ മേടിച്ചേക്കാം എന്ന് വിചാരിച്ചത്. അത് തന്നെയാണ് നമുക്ക് ഈ ഇലക്ട്രിക് കാറുകളുടെയും ഒക്കെ കാരണം. ഇലക്ട്രിക് കാറുകൾക്ക് മൈലേജ് കൂടുതലുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റിംഗ് കുറവാണ്. വണ്ടി മേടിക്കുമ്പോൾ കുറച്ച് വില കൂടുതലാണെങ്കിലും സാരമില്ല, പിന്നീട് നമുക്ക് അതിന്മേൽ വലിയ ചെലവ് വേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും. വേറൊരു സംഭവം വന്നു, GPS നാവിഗേഷൻ. കാരണം ഒരു 25 വർഷം മുമ്പ് നമ്മുടെ നാട്ടിലെ റോഡുകളുടെ എണ്ണത്തേക്കാൾ ഏകദേശം ഒരു 30 മടങ്ങ് റോഡുകളുടെ എണ്ണം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള റോഡുകൾ ഇപ്പൊ അതിലൂടെയൊക്കെ പോയാൽ എവിടെയൊക്കെ എത്താൻ പറ്റുമെന്ന് നമുക്ക് നിശ്ചയമില്ല. മിക്കവാറും പേർക്കും നിശ്ചയം ഉണ്ടാവില്ല. നമ്മുടെ കാര്യം ജനിച്ചു വളർന്ന നാടാണ്. ഇവിടെ എനിക്ക് കരതലാമലകമാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇഫ് യു ട്രൈ ടു ഗോ സംവെയർ നിങ്ങൾക്ക് വഴി തെറ്റിപ്പോകും. കാരണം പുതിയ പുതിയ റോഡുകളും പുതിയ പുതിയ കവലകളും പുതിയ പുതിയ മുക്കവലകളും തിരിവും വളവും ഒക്കെ വന്നു കഴിഞ്ഞു. ഈ വീടുകളിലേക്ക് വഴിയില്ലാത്ത ആൾക്കാരുടെ എണ്ണം കേരളത്തിൽ വളരെ കുറച്ചേ ഉള്ളെന്നാണ് പറയുന്നത്. ഏകദേശം 12% പേർക്കാണ് വീട്ടിൽ വണ്ടി എത്താത്ത ആൾക്കാർ. ബാക്കി
88% of the people of Kerala have access to roads. ഈ പൊസിഷനിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രശ്നം ഉണ്ടായത്, നമുക്ക് വഴിയറിയില്ല. സോ വി നീഡ് എ GPS. ഇപ്പൊ നമ്മുടെ ഗൂഗിൾ ചേച്ചി എല്ലാം പറഞ്ഞു തരും എവിടെ പോകണം, എങ്ങനെ പോകണം, ബ്ലോക്ക് ഉണ്ടോ, വളവ് എങ്ങോട്ട് എത്ര ഡിഗ്രി തിരിക്കണം, എത്രാമത്തെ ജംഗ്ഷനിൽ 5 വഴികളൊന്നും ചേരുന്നുണ്ട്, അപ്പൊ ഇതിൽ എത്രാമത്തെ ഔട്ടാണ് എടുക്കേണ്ടത്, നമ്മൾ ഇതൊക്കെ പറഞ്ഞു തരും. യാത്ര നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ കാർ എടുത്ത് പോകുന്നത് വളരെ ചെറിയ ദൂരങ്ങളായിരുന്നു. ഇപ്പൊ കാറില് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിക്കുന്ന ആൾക്കാരുണ്ട്. യു നീഡ് സം ഇൻഫർടൈൻമെന്റ് ഓൺ ദ വേ. ആദ്യകാലത്തൊക്കെ ഇറങ്ങിയ വണ്ടിയിലെ സിസ്റ്റം ഇറ്റ് യൂസ് ടു പ്ലേ വീഡിയോസ്. പിന്നെ ഇപ്പോൾ ഒരു വീഡിയോ കട്ട് ചെയ്തു, വണ്ടി ഓടുമ്പോൾ വീഡിയോ കാണാൻ പറ്റില്ല എന്നാക്കി. സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. നീ ഡ്രൈവർ എങ്ങനെ വീഡിയോ കണ്ടോണ്ടിരുന്നാലോ എന്ന് പറഞ്ഞിട്ട്. ബട്ട് മോസ്റ്റ് ഓഫ് ദ കാർസ് ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ഫോൺ ചെയ്യാം, നമുക്ക് കണക്ഷൻ, വയർലെസ് കണക്ഷൻ ഉണ്ട്. അതുകൂടാതെ ആ സ്ക്രീനിൽ നമുക്ക് പാട്ട് കേൾക്കാം, നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം. ഉഷ ടീച്ചറെ പറയൂ, എന്തോ പറയാൻ വന്നു ഉഷ ടീച്ചർ? ഒന്നും പറയാൻ വന്നില്ല, ചുമ്മാ കൈപൊക്കിയതെന്ന് തോന്നുന്നു. പോട്ടെ. അപ്പൊ അങ്ങനെ വന്നു, നമുക്ക് GPS വേണ്ടി വന്നു. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ക്രാഷ് ടെസ്റ്റിംഗ് മെക്കാനിസം. വണ്ടി ഇടിച്ചു നോക്കുക പോയിട്ട്. അയ്യോ, പരീക്ഷാ സ്ക്വാഡിന് പോയ RDDയെ വഴിതെറ്റിപ്പിച്ച ആളാണ് GPS. പോസിബിൾ നിങ്ങളെ അന്ധമായിട്ടൊന്നും ടെക്നോളജിയെ വിശ്വസിക്കരുതെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇടപ്പള്ളിയിലെ പ്രിൻസിപ്പൽ തരുന്നുണ്ട്. പിന്നെ ഒരുപക്ഷെ RDD വഴിതെറ്റി പോയത് കൊണ്ട് മറ്റു ചില ഗുണങ്ങളും കൂടി ഗൂഗിൾ കണ്ടിട്ടുണ്ടാവും മനസ്സിൽ. ഗൂഗിൾ ഈസ് നോട്ട് സിമ്പിൾ. നമ്മുടെ ജാവ അത്ര സിമ്പിൾ അല്ല എന്ന് പറയുന്നത് പോലെ ഗൂഗിൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക്കും കൂടെയാണ് ഇപ്പോൾ. എനിഹൗ, ഇപ്പൊ ക്രാഷ് ടെസ്റ്റ് വന്നു. ക്രാഷ് ടെസ്റ്റ് നടത്തി അതിനകത്ത് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയ കാറെ മനുഷ്യർ വാങ്ങൂ എന്നുള്ള അവസ്ഥ വന്നു. കാർ മാർക്കറ്റിൽ റീസെയിൽ വാല്യൂ ഉണ്ടാവണമെങ്കിൽ ചില പ്രത്യേക പ്രശ്നങ്ങളൊക്കെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വന്നു. നമുക്ക് കഴിഞ്ഞ ഒരു 15, 20, 35 വർഷത്തിനുള്ളിലുണ്ടായ വലിയ ഓവർ ടേൺസ് ആണ് നമ്മളിപ്പോൾ സംസാരിച്ചതല്ല. ഈ കാറിലുണ്ടായ പുതിയ മാറ്റങ്ങൾ. ഒരുപക്ഷെ എല്ലാ ദിവസവും പുതിയ മാറ്റങ്ങളോടെയാണ് പുതിയ വേർഷൻസ് ഇറങ്ങുന്നത്. ഈ മാരുതി തന്നെ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയ ഈ 85 ഇറക്കിയ കാറിൽ നിന്ന് 2023 ഇറക്കിയ ഒരു കാറിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, in every inch of the car there is something happening, അല്ലെ? എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ അക്സെപ്റ്റഡ് ബൈ ദ ജനറൽ പബ്ലിക്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന, ആൾക്കാർക്ക് സൗകര്യം ഉണ്ടാക്കുന്ന ഓരോരോ പരിപാടികളാണ് കാറുകാർ ഉണ്ടാക്കിക്കൂട്ടുക. നേരത്തെ സാറ് പറഞ്ഞ പോലെ അമേരിക്കയിൽ ഒരു കാർ ഇറങ്ങിക്കഴിഞ്ഞു, അവർ രാത്രി 12 മുതൽ രാവിലെ 4:30 വരെ സർവീസ് ഉള്ളൂ. ഈ 12-നും 4:30-ക്കും ഇടയ്ക്ക് നമുക്ക് ആ കാറിൽ നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാറ് ഡ്രൈവറില്ലാതെ നമ്മുടെ വീടിന്റെ മുമ്പിൽ വരും. നമ്മൾ വരുമ്പം നമുക്കൊരു സിഗ്നൽ, നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും മൊബൈലിലേക്ക്. നമ്മൾ ഇറങ്ങി ചെല്ലുക, കാറെ കയറിയിരിക്കുക. യു ഹാവ് ഓൾറെഡി ഗിവൺ ദ ഡെസ്റ്റിനേഷൻ ടു ദ കാർ ത്രൂ ദ മൊബൈൽ ആപ്പ്. കയറി കഴിഞ്ഞാൽ ഡോറൊക്കെ അടച്ച് സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ ദ കാർ വിൽ സ്റ്റാർട്ട് മൂവിങ് ടു ദ റോഡ്. അപ്പോഴാണ് ഇടയ്ക്ക് ചുമന്ന് തെളിയുക, കാർ നിൽക്കും. പച്ച തെളിഞ്ഞു, കാർ പോകും. അപ്പൊ ഇടയ്ക്ക് റോഡിൽ എന്തോ ഒരു പ്രതിബന്ധം കണ്ടു, കാർ നിൽക്കും, പോവും. അത് കഴിഞ്ഞ് പ്രതിബന്ധം മറികടന്നു, കാറ് പോകും. കാറ് നല്ല ദൂരെ കാണാവുന്ന റോഡിലേക്ക് കയറി കഴിയുമ്പം 80, 90, 100, 120, 140 അങ്ങനെ സ്പീഡോമീറ്റർ മുകളിലേക്ക് കയറും, സ്പീഡ് കൂടും. When the destination comes, the car stops by itself, let you go outside. ഡോർ തുറന്നു തരും, ആരും ഒന്നും ചെയ്യേണ്ട, കാർ എല്ലാം ചെയ്തോളൂ. You pay the money to the mobile application once the money is accepted. അതിന്റെ ഫെയർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ you get a ticket. അതിന്റെ റെസീറ്റും കിട്ടി, പരിപാടി കഴിഞ്ഞു. അതാണ് ക്രൂസ് കൺട്രോൾ ഉണ്ട്, ഡ്രൈവർലെസ് കാർ വന്നു. In every inch of a car there is an innovation. 1983-ല്, 1985-ല്, 1986-ലുള്ള ക്ലാസ് റൂമിൽ നിന്നും നമ്മൾ 2023-ലെ ക്ലാസ് റൂമിലേക്ക് യാത്ര ചെയ്യും. What are the differences you see? What are the differences you note inside a classroom?
എന്തെല്ലാം വ്യത്യാസങ്ങളാണ് 2023 എത്തുമ്പോൾ 35 വർഷം കൊണ്ട് നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടായിട്ടുണ്ടാവും. തിങ്ക് അബൌട്ട് ദ ഡേയ്സ് ഹൈടെക് ക്ലാസ് റൂംസ് ഹൈടെക് ക്ലാസ് റൂംസ് വന്നു. ഒരുപാട് ലേണിംഗിൽ ഒരുപാട് നമുക്ക് സാധ്യതകൾ വന്നു. പോയംസ് ഒറിജിനൽ പോയറ്റിനെ കാണിക്കാം, അവരുടെ വോയിസിൽ റിസൈറ്റ് ചെയ്യാൻ സാധിക്കും, അതിനെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. സ്മാർട്ട് ക്ലാസ് റൂംസ്, ഹൈടെക് ക്ലാസ് റൂംസ്, ബ്ലാക്ക് ബോർഡ് മാറി. ഇപ്പൊ നമുക്ക് വൈറ്റ് ബോർഡ് ഉണ്ട്, ഗ്രീൻ ബോർഡ് ഉണ്ട്, മാർക്കേഴ്സ് ഉണ്ട്. ടീച്ചർമാർ മൈക്കൊക്കെ വെച്ചാണ് പറയുക ക്ലാസ്സിൽ, അല്ലേ? മൈക്കൊക്കെ വെച്ചല്ലേ ടീച്ചർമാർ പറയുക. യു ഹാവ് ഗോട്ട് ഓൾമോസ്റ്റ് 60 സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം, സോ യു നീഡ് ടു ഹാവ് എ മൈക്രോഫോൺ. ഓൺലൈൻ ക്ലാസ് വന്നു. ഇത്രയൊക്കെ ഉള്ളോ? എനിക്ക് ഒരു കൺസേൺ ഉള്ളതാണ്, നമ്മൾ ഈ കാറിൽ എല്ലാ ദിവസവും ഇന്നോവേഷൻസ് വരുന്നുണ്ട്. എവ്രി ഇയർ, എവ്രി വേർഷൻ, എല്ലാ പുതിയ വേർഷൻ ഇറങ്ങുമ്പോഴും ഒരു ഇന്നോവേഷൻ ഇൻ കാർ. കുട്ടികൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. AI ടെക്നോളജി ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ടെന്നാണ് ബീഗം ഷീജ ടീച്ചർ പറയുന്നത്. മേ ബി, ഐ എം നോട്ട് ഷുവർ. കുട്ടികൾക്ക് മാറ്റം വന്നിട്ടുള്ള ഉറപ്പാണ്. വെർച്വൽ ലാബ് വന്നു. ശ്യാം ഭാസ്കർ സാറിന്റെ സ്കൂളിൽ വെർച്വൽ റിയാലിറ്റി ലാബ് ഉണ്ട്. ഓക്കെ, ബട്ട് മൈ കൺസേൺ ഈസ്, ഈ കാറിൽ ഉണ്ടായ പോലെ നിരന്തരമായ മാറ്റങ്ങൾക്ക് ക്ലാസ് റൂമിൽ സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധ്യത ക്ലാസ് റൂമിൽ ഉണ്ടാവേണ്ടതല്ലേ? ബിക്കോസ് ക്ലാസ് റൂം ഇസ് ദ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഡിവിഷനാണ് ക്ലാസ് റൂം എന്ന് പറയുന്നത്. അവിടെ നമുക്കപ്പം ഈ മാറ്റങ്ങളുടെ പ്രവേഗം ഇത്രമാത്രം മതിയോ? സോ ഷുഡ് വി ഗോ ഫോർവേഡ് വിത്ത് മോർ വെലോസിറ്റി ടു ബ്രിങ് ചേഞ്ചസ് ഇൻ ദ ക്ലാസ് റൂം ഫോർ ബെറ്റർ ലേണിംഗ് മെക്കാനിസംസ്? ഇതാണ് ചോദ്യം. ഓഫ് കോഴ്സ് സ്റ്റുഡൻസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, സ്റ്റഡീസ്, ദെയർ ടീച്ചേഴ്സ് ആൻഡ് പാരന്റ്സ് എല്ലാവരും ചേഞ്ച് ആയിട്ടുണ്ട്. യെസ്. ഈ സ്പീഡ് മതിയോ? കുട്ടികള് സ്പീഡ് വേണം തോന്നുന്ന ആൾക്ക് ചുമ്മാ ഒന്ന് കൈവക്കാം. കുട്ടികള് സിന്ധു ടീച്ചർ പറയാൻ തുടങ്ങിയായിരുന്നു, വേണ്ടെന്ന് വെച്ചു. സാറേ, കുട്ടികള് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്കും അവർ ഇനി പഠിച്ചിട്ട് ഇറങ്ങുമ്പോൾ അവര് വരുന്ന അവസരങ്ങളും വ്യത്യാസമാ. അപ്പം ഇപ്പോഴത്തെ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു രീതി കൊണ്ട് ഇപ്പോഴത്തെ സിലബസ് അതൊന്നും അല്ലല്ലോ. പുതിയ പുതിയ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരുന്നത്. അപ്പൊ അതിനൊക്കെ അനുസരിച്ചുള്ള സ്കില്ലൊക്കെ ആർജിച്ച് കുട്ടികൾ പോവേണ്ടതില്ലേ എന്നുള്ളേ. ഇപ്പോഴും ക്ലാസ്സിലുള്ള കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവര് ഇതിനെയൊന്നും കെയർ ചെയ്യുന്നില്ല. എങ്കിൽ പിന്നെ നല്ലൊരു ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് അവർ ബോധവാന്മാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി തലത്തിൽ വരുമ്പോൾ അത്ര ഒരു ബോധവാന്മാരല്ല താനും. അങ്ങനെ കുറെ പേരൊക്കെ അങ്ങ് വിചാരിക്കുന്ന തലങ്ങളിലേക്ക് എത്താതൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു മാറ്റം വേണമെന്ന് തന്നെ. ഒരു സർ പറയുന്നത് ആക്ടിവിറ്റി ബേസ്ഡ് ആവണം. കരിക്കുലം, ലക്ഷ്യങ്ങൾ, നയങ്ങൾ തുടങ്ങിയവ അത്ര വേഗത്തിൽ മാറുന്നില്ല. ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറച്ചുകൂടി. ദാറ്റ്സ് ഫോർ ഷുവർ. ഗോപി സാർ എന്തോ പറയാൻ വന്നു, പറയൂ സാർ. മാറ്റമില്ലാത്ത അധ്യാപകർക്കാണ്. ഒരു 90% അധ്യാപകർക്ക് മാറ്റമില്ല. മാറ്റം വേണ്ടത് അധ്യാപകരിലാണ്. ഡയറക്റ്റ് മെത്തേഡ് കൺസ്ട്രക്റ്റിവിസമായി. ഹയർ സെക്കൻഡറിയിലൊക്കെ വന്നോ കൺസ്ട്രക്റ്റിവിസം ഒക്കെ? തീർച്ചയായും. ഈ ടീച്ചർ പറഞ്ഞ ഒരു പോയിന്റിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യുക. ഈ നമ്മുടെ നാട്ടില് ഉണ്ടാവുന്ന ചേഞ്ചുകൾക്കനുസരിച്ച് കരിക്കുലം മാറിയാലും മാറിയില്ലെങ്കിലും, നയങ്ങൾ മാറിയാലും മാറിയില്ലെങ്കിലും, വി നീഡ് ടു ചേഞ്ച് ബൈ അവേഴ്സെൽസ്. അതിന്റെ കാരണം പറയാം. നമുക്കറിയാം, പരീക്ഷയ്ക്ക് നമുക്കിപ്പം പരീക്ഷ നടത്തി 70 മാർക്ക്, 71 മാർക്ക്, 80 മാർക്ക്, 90 മാർക്ക്. You got 79 out of 100 in mathematics എന്ന് പറഞ്ഞാൽ എന്താണ് ഈ 79 എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഡസ് ദിസ് 79 റിയലി മീൻ?
100-79 മാർക്ക് കണക്കിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് കുഴപ്പമില്ല, മിടുക്കനാണ്. ഇതിന്റെ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് ഇതിനൊക്കെ പറഞ്ഞ് നമ്മൾ എന്താ പിടികിട്ടും? നമുക്ക് വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഇത്? എനിക്കല്ല, ബി എഡിന് പഠിച്ച കാലത്ത് വി ഹാഡ് സം ക്വസ്റ്റ്യൻസ് ലൈക്ക്, നിങ്ങൾക്ക് എന്തിനാണ് എക്സാമിനേഷൻസ്, എന്തിനാണ് പരീക്ഷ എന്ന ചോദ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഉത്തരം എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പരീക്ഷ കുട്ടിയെ അറിയാനാണ്. ഫോർ ദ ചൈൽഡ് ടു നോ വേർ ഹി സ്റ്റാൻഡ്സ്, അല്ലേ? ഫോർ ദ പേരന്റ് ടു നോ വേർ ദ ചൈൽഡ് സ്റ്റാൻഡ്സ്, for the teacher to know how effective was her learning process, അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെച്ച ലേണിംഗ് പ്രോസസ് എത്ര എഫക്റ്റീവ് ആണ് ഈ പരീക്ഷ എന്നാണ് അന്ന് പറഞ്ഞത്. ഇന്നത്തെ പരീക്ഷയുടെ അവസ്ഥ നമുക്ക് നോക്കാം. നമുക്ക് പരീക്ഷ മാർച്ച് മാസം അവസാനം വലിയ ആരവത്തോടു കൂടി ഒന്ന് ഇറങ്ങും. അത് കഴിയുമ്പം നമുക്ക് ഉടനെ തന്നെ പിറ്റേ ദിവസം, അതായത് ഏപ്രിൽ 2-ാം തീയതി തന്നെ നമ്മുടെ വാല്യുവേഷൻ ക്യാമ്പ് ആരംഭിക്കും. അയ്യോ, അതൊരു പ്രശ്നമാണ്. അതിന് മുമ്പ് ആശ ടീച്ചർ പറഞ്ഞൊരു പോയിന്റ് നമുക്ക് അഡ്രസ് ചെയ്തേ പോകാൻ പറ്റുള്ളൂ. ഹി നോസ് 79% ഓഫ് ദ സബ്ജക്ട് എന്നാണ് ആശ ടീച്ചർ പറയുന്നത്. അപ്പൊ എനിക്കൊരു ചോദ്യം, ഇംഗ്ലീഷ് ആണ് പരീക്ഷ, 79 കിട്ടി, എത്രയിൽ? 100. എന്തൊക്കെ പരീക്ഷയാണ് നടത്തിയത്? വായിച്ചാൽ മനസ്സിലാവോ എന്നുള്ള പരീക്ഷ നടത്തിയിട്ടുണ്ട്, എഴുതാൻ പറ്റുമോ എന്നുള്ള പരീക്ഷ നടത്തിയിട്ടുണ്ട്. പക്ഷെ പ്രോബ്ലം ഇവിടെ, യു ഹാവ് ഗോട്ട് ഫോർ സ്കിൽസ് അറ്റാച്ച്ഡ് ടു ലാംഗ്വേജ്. വൺ ഈസ് ലിസ്ണിംഗ്, റീഡിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്. 2 റിസപ്റ്റീവ് സ്കിൽസ് ഉണ്ട്, 2 ഔട്ട്പുട്ട് സ്കിൽസ് ഉണ്ട്. നിങ്ങൾ അളന്ന് എത്ര എണ്ണം ഉണ്ട്? 2 അല്ലേ അളന്നുള്ളൂ. റീഡിങ്ങും റൈറ്റിങ്ങും അല്ലേ അളന്നുള്ളൂ. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ 78 മാർക്ക് കൊടുത്തത്? ആ 78 മാർക്ക് കൊടുത്തത് നിങ്ങൾ 50 മാർക്കിന്റെ പരീക്ഷയിൽ ഇട്ടുള്ളൂ. ഇൻഫാക്ട് 50% ഓഫ് ദ സിസ്റ്റം, ലാംഗ്വേജ് സിസ്റ്റമാണ് അളന്നത്. അതിന് 78 മാർക്ക് കിട്ടിയതും കൂടി കംപ്ലീറ്റ് കളം പൊളിച്ചില്ലേ? സാറാണ് പ്രശ്നം. ഓക്കെ, നോ പ്രോബ്ലം. പൂക്കോട്ടുപുഴ സാറിനെ ആകെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇതാണ് പ്രശ്നം. നമുക്ക് മാത്തമാറ്റിക്സിലാണെങ്കിലും നമ്മൾ പഠിച്ച കാലത്ത് ഇരട്ടി മാർക്കിന്റെ ചോദ്യമുണ്ട്. അതിന്റെ പകുതി മാർക്കിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് 100-100 കിട്ടും. ആൻഡ് വി ക്ലെയിം ദാറ്റ് വി നോ 100% ഓഫ് ദ സബ്ജക്ട് ഓഫ് മാത്തമാറ്റിക്സ്. ആകെ പ്രശ്നമാണ്. യു തിങ്ക് അബൌട്ട് സയൻസ്. സയൻസ് ടീച്ചർമാർ നിരവധി പേരിൽ കൂടെ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്താണ് സയൻസിൽ 100-100 എന്ന് പറഞ്ഞാൽ? ഒരു ഉദാഹരണം ചോദിക്കാം. ഞാൻ പഠിച്ച കാലത്തുള്ള ചില ചോദ്യങ്ങൾ. mu ഈസ് ഈക്വൽ ടു സൈൻ a പ്ലസ് d/2 ഡിവൈഡഡ് ബൈ സൈൻ a/2. പ്രൂവ് ചെയ്ത 5 മാർക്ക് കിട്ടും. √2 ഈസ് ഇറാഷണൽ എന്ന് പ്രൂവ് ചെയ്താൽ 3 മാർക്ക് കിട്ടും മാത്തമാറ്റിക്സിൽ. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഒരു ഡെറിവേഷൻ ചെയ്യാൻ പറ്റിയാൽ 5 മാർക്ക് കിട്ടും. അതെനിക്ക് ഇപ്പോഴും കാണാപ്പാടാണ് ഇതൊക്കെ. ഞാൻ തുടങ്ങുന്നത് എങ്ങനെയാണ്? ലെറ്റ് ഡെൽറ്റ എക്സ് ബി എ സ്മോൾ ഇൻക്രിമെന്റ് ഇൻ എക്സ് ആൻഡ് ലെറ്റ് ദ കറസ്പോണ്ടിങ് ഇൻക്രിമെന്റ് ഇൻ വൈ ബി ഡെൽറ്റ വൈ. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഡെൽറ്റ വൈ വെൻ എക്സ് ടെൻഡ്സ് ടു 0. തുടങ്ങാണ് കളി. എനിക്ക് ഈ എക്സ് എന്താണെന്നോ 0 എന്താണെന്നോ, അല്ലെങ്കിൽ എന്താണ് ഈ ഡെറിവേഷൻ എന്നോ, എന്താണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്നോ, ഇറാഷണൽ എന്താണെന്നോ ഒന്നും അറിയണ്ട. ഞാനങ്ങ് എഴുതി വിടുകയാണ്. കാരണം ഐ നോ എക്സാക്ട്ലി വാട്ട് ദ ടീച്ചർ എക്സ്പെക്ട്സ് ഫ്രം മീ ആൻഡ് ഐ നോ ദ. അത് ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഇതൊക്കെ കാണാപ്പാടം ഓർത്ത് പറയാൻ പറ്റുമെങ്കിൽ അന്ന് ഞാൻ എന്തോരം കാണാതെ പഠിച്ചിട്ടുണ്ടാവും. എനിക്കിതൊന്നും അറിയില്ല, ബട്ട് ഐ ഗെറ്റ് ഫുൾ മാർക്സ്. അവിടുന്ന് ഇപ്പൊ പരീക്ഷയിലേക്ക് വന്നപ്പോഴേക്കും വി ഹാവ് ഗോട്ട് എ ലിറ്റിൽ ബിറ്റ് ഇൻക്രിമെന്റ് ഇൻ മെനി പ്ലേസസ്, ബട്ട് സ്റ്റിൽ ദ എഫക്ട് ഈസ് ദ സെയിം. ഈ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് 80, എസ് ഈസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് 80 സ്ക്വയർഡ്. എസ് എന്താണെന്നും അറിയണ്ട, വി എന്നൊന്നും അറിയണ്ട. You need not know what exactly this initial velocity, final velocity, acceleration. ഇതൊന്നും അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ you need not have any type of scientific temperament. You need to know exactly what algebra is all about. Algebraic equation സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ you can
you can get many number of marks in science. സയൻസ് പഠിക്കുന്ന കുട്ടിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? We need the children to be, to have acquired scientific temperament. ശാസ്ത്രാവബോധം വേണം. ശാസ്ത്രാവബോധം ഇവിടെ ഈ 100-ൽ 79 മാർക്ക് കിട്ടിയ കഥാപാത്രത്തിലുണ്ട്. 79% ശാസ്ത്രാവബോധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ നമ്മളുടെ പരീക്ഷകൾക്ക് കഴിയും. ബുദ്ധിമുട്ടാണ്. We need to have redefined the teaching learning process in such a way that ഈ പഠിത്തം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു സയന്റിഫിക് ടെമ്പറമെന്റ് ഉണ്ടാവണം. സയന്റിഫിക് ടെമ്പറമെന്റ് ഉണ്ടാവണമെങ്കിൽ what should be the mechanism to be followed in a classroom? You have to start with observation, comparison, classification, analysis, synthesis, application. You never end. അവിടെ പോയി നിൽക്കുന്നില്ല. You try to apply a concept going through these processes and come back and see if the application was perfect or correct. ഇനി അല്ലെങ്കിൽ you have to go back. അല്ലേ? നമുക്ക് വീണ്ടും പുറത്ത് പോയിട്ട് വീണ്ടും ഒബ്സർവ് ചെയ്യുക, കമ്പയർ ചെയ്യുക, ക്ലാസിഫൈ ചെയ്ത് നോക്കുക. ഇൻ എ ഡിഫറെന്റ് വേ ഓഫ് ക്ലാസിഫിക്കേഷൻ. യു ഹാവ് ടു മേക്ക് ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് there and try to analyze the data you have in your hand. അനാലിസിന്റെ മുകളിൽ നിങ്ങൾക്ക് സംശ്ലേഷണം വേണ്ടി വരും, സിന്തസൈസ് ചെയ്യേണ്ടി വരും. ആ സിന്തസിസിന്റെ വെളിച്ചത്തിൽ you will go and try to apply that idea in a different circumstances and see whether it is working or not. If not working, go back to the same process over and again. ലോകത്തിലുള്ള ഒരു സയന്റിഫിക് കോൺസെപ്റ്റും will never stand time. You need to have science is developing in such a big velocity. അപ്പോൾ നമ്മൾ ക്ലാസ്സിൽ പോയിട്ട് ചില ഫോർമുലകൾ, ചില കോൺസെപ്റ്റുകളൊക്കെ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇൻഫാക്ട് നൺ ഓഫ് ദ കോൺസെപ്റ്റ് ഇൻ എനി സോർട്ട് ഓഫ് സയൻസ്, പൊളിറ്റിക്കൽ സയൻസ്, ലിംഗ്വിസ്റ്റിക്സ്, അതും സയൻസ് ആണല്ലോ ഇപ്പോൾ. ഈവൻ വി ഹാവ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു സയൻസ് ആണ്. മാത്തമാറ്റിക്സ് ഇസ് എ സയൻസ് ടു സം എക്സ്റ്റെന്റ്. Physics, chemistry, zoology, botany, all these sciences undergo revolution of changes. അപ്പോഴാണ് നമ്മളിവിടെ ക്ലാസ്സിൽ we try to underline the concepts and stand and sit for some time and relax, seeing how much the children have learned. ഉലിവാല് പിടിക്കാൻ most of these activities, most of these interventions in classroom never lead to scientific temperament. ശാസ്ത്രബോധമില്ലാത്ത നല്ല മാർക്ക് മേടിച്ചിട്ട് തേരാപ്പാര ഓടിക്കൂടെ നടക്കും, ഒരു പണിയില്ല. ആൾക്കാർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് if you throw 100 stones to the sky, 98 of them will fall on an engineering graduate. അയാളുടെ തല പൊളിഞ്ഞു. കാരണം എന്താണ്? മോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഹാവ് നോ സയന്റിഫിക് ടെമ്പറമെന്റ്. അവർ പഠിച്ച് ഭയങ്കര മാർക്ക് മേടിച്ച കഥാപാത്രങ്ങളാണ്. ഈവൻ ഐ ആം എൻ എഞ്ചിനീയറിംഗ് ഡ്രോപ്പ് ഔട്ട്. ഞാനും അവിടെ നിന്ന് എഞ്ചിനീയറിംഗിൽ പോയി ചാടി പോകുന്നു. പരാജയമായിരുന്നു അവിടെയൊക്കെ. ബിക്കോസ് ദേ ട്രൈ ടു ടീച്ച് മീ. മോസ്റ്റ് ഓഫ് ദ തിങ്സ് യു ട്രൈ ടു ടീച്ച് ഇൻ യുവർ ലൈഫ് വിൽ നെവർ എൻഡ് അപ്പ് എനിവെയർ. ബിക്കോസ് അതിനുള്ള എല്ലാ തരം പഠിപ്പിക്കാനുള്ള തന്ത്രങ്ങളും അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളും അത് പോയി അവസാനിക്കുന്നത് വലിയ പരാജയത്തിലും ദുരന്തത്തിലും, ദാരുണമായ ദുരന്തത്തിലായിരിക്കും. ബിക്കോസ് നോബഡി ഓൺ ദിസ് വേൾഡ് വാണ്ട്സ് ടു ലേൺ. Learning is the most painful exercise on this planet. അപ്പൊ നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങിയാലോ will never end up anywhere. But you can give the children the skills to live. Scientific temperament is one of the most important skills you need to acquire in your life. അതിനുള്ള വല്ല പണിയും നടത്തണ്ടേ? അതിനുള്ള എന്തൊരു സാധ്യത സ്കൂളിൽ കൊണ്ടുവരണ്ടേ? But we have got a lot of other problems. നമുക്കറിയാം, ഒരു ഹയർ സെക്കൻഡറി അധ്യാപകന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. You have classes from morning 8:45 till 4:45. അതങ്ങനെ. അത് കൂടാതെ you have got എത്ര പരീക്ഷയാണ്? സേ പരീക്ഷ, പിന്നെ അതിന്റെ കറക്ഷൻ, അതിന്റെ പേപ്പർ നോട്ടം. അത് കഴിയുമ്പോഴേക്കും പിന്നെ അടുത്ത ഇംപ്രൂവ്മെന്റ് പരീക്ഷ.
ഓക്കെ. ഇംപ്രൂവ്മെന്റ് പരീക്ഷ, അതിന്റെ പേപ്പർ നോട്ടം, കലോത്സവം, സ്കൂളില് ഇലക്ഷൻ, അഡ്മിഷൻ. പറയാമോ? ആരാണ് പ്രശ്നം? സർ, ഒരു വോളിയം കൂട്ടാൻ ആവശ്യപ്പെടുന്നു. വോളിയം പോരാ. വോളിയം കൂട്ടാം. അല്പട വോളിയം. ഞാൻ ഈ ക്യാമറ ഓഫ് ചെയ്തിട്ട് കുറച്ചുകൂടെ വോളിയം കൂട്ടാം. ഓക്കെ, ഇപ്പൊ എങ്ങനെ ഉണ്ടാവും? അല്പട മെച്ചപ്പെട്ടിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ട്. Okay. So the thing is, scientific temperament is one of the most important skills you need to acquire in this, century. ഈ നൂറ്റാണ്ടിൽ ഇതില്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് എവിടെയൊക്കെ പോയാലും യു ഹാവ് ഗോട്ട് ചലഞ്ചസ് ഓഫ് പ്രഡിക്ഷൻ കറക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കച്ചവടം പൊടിഞ്ഞു. യു നീഡ് ടു പ്രഡിക്ട് വെയർ ദ സിസ്റ്റം ഈസ് ഗോയിങ് ഇൻ എവറി ടേൺ ഓഫ് ലൈഫ്. അപ്പൊ നമ്മൾ ടീച്ചർ പറഞ്ഞ പോലെ, കങ്ങഴയിലെ ടീച്ചർ പറഞ്ഞ പോലെ, നമ്മുടെ മെമ്മറി അളന്നുകൊണ്ടിരുന്നാലൊന്നും നമ്മുടെ പിള്ളേർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ബിക്കോസ് വി നീഡ് ദിസ് ജനറേഷൻ ടു മേക്ക് സംതിങ്, to do something to make living better on this planet. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവസാനം അടുത്ത വണ്ടിക്ക് കയറി കാനഡയ്ക്കും, വേറൊരു വണ്ടിക്ക് കുറെ പേര് കയറി ഓസ്ട്രേലിയക്കും, 10,000-കണക്കിന് ആൾക്കാരാണ് ഓരോ വർഷവും ഇവിടുന്ന് വണ്ടി കയറി വല്ലയിടത്തേക്കും പോകണം. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? If you don't have scientific temperament, the system of Canada will push you out. And the first thing you are going to learn in these places are the processes to live, which we failed to give the children during the school time. അവിടെയാണ് നമ്മുടെ പരാജയം ഉണ്ടാവുക. So we need to do something in this way. Another thing is, you have the 21st century മുമ്പിൽ നിൽക്കുകയാണ്. We have just crossed 25% of the time of the century. ഇനിയും കിടക്കുന്ന ഒരു 75% കൂടി. 2000-ന് മുമ്പ് ഈ ലോകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം നിന്നു. 2000-ന് മുമ്പ് ജോലികൾ മിക്കവാറും ഇപ്പൊ തീർന്നു. ഇനി ഒരു 5 വർഷം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇന്ന് ഭൂതലത്തിലുള്ള ജോലികൾ അതിന്റെ ഒരു 30% കൂടെ കട്ടും. ഒരു 10-15 വർഷം, ഒരു 15 വർഷം കഴിയുമ്പോൾ സ്കൂൾ എന്ന് പറയുന്ന ആ ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇറ്റ് വിൽ ബി ഡെമോളിഷ്ഡ്. വൈ? ബിക്കോസ് യു ഡോണ്ട് നീഡ് എ സ്കൂൾ വിത്ത് എ ബിൽഡിംഗ്. യു വിൽ മൂവ് ടു മെറ്റാവേഴ്സ്. നിങ്ങൾ മെറ്റാവേഴ്സിലേക്ക് യാത്രയാവും. അവിടെ നിങ്ങളുടെ അവതാരങ്ങളായിരിക്കും നിങ്ങൾ കാണുക. ടീച്ചറുടെ അവതാരം അവിടെ നിൽക്കും, മെറ്റാവേഴ്സിൽ നിൽക്കും. കുട്ടികളുടെ അവതാരങ്ങൾ ക്ലാസ്സിലിരിക്കും. ദേ വിൽ ഫീൽ യു, they will read you 360 degree. വെറുതെ ഒരു 2 ഡയമെൻഷനിലായിട്ടോ 1 ഡയമെൻഷനിലായിട്ടോ അല്ല. ടീച്ചറെ വേണമെങ്കിൽ 360 ഡിഗ്രിയിൽ കാണാനും അനുഭവിക്കാനും പറ്റുന്ന മെറ്റാവേഴ്സ് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ എത്താൻ ഇനി വെറും 10 വർഷം മതി. We have already started it in different developed countries. But mind you, teacher is going to be the most prominent presence in the classrooms. Wherever you stand, whether it is in a metaverse platform or not, teacher എന്നുള്ള ആ സംഭവത്തിന് യാതൊരു പ്രസക്തി കുറവും ഉണ്ടാകാൻ സാധ്യതയില്ല. And that is a challenge we are going to face. 20 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ STD ബൂത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? You will not see any STD booth. 20 വർഷം മുമ്പ് നമുക്ക് ഒരു റെയിൽവേ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, റെയിൽവേ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ you can see a queue of almost 150 people right at the time of 10 o'clock in the morning. ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. See, almost everything what you have seen before 20 years have vanished from this planet, and now we have new things coming up. ഈ 20 വർഷം കൊണ്ട് ഇത്രയും ചേഞ്ചുകൾ ഉണ്ടായപ്പോൾ proportionately how much changes have we seen in a classroom in terms of learning, in terms of changing behavior of people? To be sad, നമുക്കറിയാം, maybe 50%. When you have got 100% changes happening around, you try to catch up with 50%. That means you have forgotten the 50% for the sake of the challenges you have around. ചുറ്റും ചലഞ്ച് ആണല്ലോ, എന്നാ പിന്നെ വിട്ടേക്കാം എന്ന് വിചാരിക്കും.
ഇനി എല്ലാം കഴിഞ്ഞിട്ട് കഴിഞ്ഞ ജൂണിൽ ഉണ്ടായൊരു സംഭവം യു മൈറ്റ് ഹാവ് എക്സ്പീരിയൻസ്ഡ് ഇറ്റ്. കോളേജ് അധ്യാപകർ കുട്ടികളെ പിടിക്കാൻ വേണ്ടി വീട്ടിൽ പോയത്. യു മൈറ്റ് ഹാവ് ഹേർഡ് അബൌട്ട് ദിസ്. പഠിക്കാൻ ആളെ കിട്ടാനില്ല. ബിക്കോസ് ദിസ് പ്യുവർ ഫിസിക്സ്, പ്യുവർ കെമിസ്ട്രി, പ്യുവർ മാത്തമാറ്റിക്സ് ഒക്കെ വലിയ ചലഞ്ചുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് യു ലിവ് ഇൻ എ പ്ലാറ്റ്ഫോം ഓഫ് ലൈഫ് വെർ എവറിത്തിങ് ഈസ് കേറ്റേർഡ് ആസ് റെഡി മെയ്ഡ്. നിങ്ങൾക്കിനി എനിക്ക് ഓർമ്മയുണ്ട് 1997 ഇഫ് യു ട്രൈ ടു ലേൺ കമ്പ്യൂട്ടർ, എന്താണ് നിങ്ങൾ ബേസിക്, ഫോർട്രാൻ, പിന്നെന്താണ് കോബോൾ പഠിക്കും. Now if you need not have Python പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ you just go to ChatGPT and give your idea. Logically if you can give an idea, then you will get a program. ആ പ്രോഗ്രാം നിങ്ങൾ എടുത്തിട്ട് വീണ്ടും നോക്കുക whether the program is going to work or not. If you are given a logical input to the AI mechanism, നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രാമിംഗ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പഠിക്കണ്ട. And if you give the program to a 3D printer ആ പ്രോഗ്രാമിലുള്ള റോബോട്ടിനെ പ്രസവിക്കും. It will deliver ഒരു സാധനം തരികയാണ്. You assemble all those things together and make it a car or a bus or a school, a classroom, a teacher. എന്ത് വേണമെങ്കിലും ആക്കാനുള്ള ടെക്നോളജി we have around. എല്ലാ സൗകര്യങ്ങളും നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. And in this platform, you need not learn anything what you teach in the school, but you need to have logic. Unfortunately, none of our schools teach logic. 21ാം നൂറ്റാണ്ടിലേക്ക് പോവാണ്. You need to have some skills to live on this 21st century. ഇപ്പൊ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സയന്റിഫിക് ടെമ്പറമെന്റ് വേണം. The biggest thing what you need to have in this century is communication. പിള്ളേരോട് ഒരു സാധനം പറയാൻ പറഞ്ഞാൽ 60% of the children will fail. എഴുതാൻ പറഞ്ഞാൽ they will do it better than speaking. അതായത് നമ്മുടെ ലാംഗ്വേജ് സ്കിൽസ് വെച്ച് നോക്കിയാൽ the first thing is listening. കേൾക്കാൻ സമയമില്ല, കേൾക്കാൻ താല്പര്യമില്ല. Reading, sorry, no chance. Writing ആണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളത്. ഐ വിൽ ടേക്ക് ഇറ്റ്. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് അക്ഷരം അറിയേണ്ട ആവശ്യമില്ല. ഇൻ ദിസ് പ്ലാനറ്റ് യു നീഡ് നോട്ട് നോ ദ ലെറ്റേഴ്സ് ടു റൈറ്റ്. സത്യമല്ലേ ഞാൻ പറയുന്നത്? ഇവിടെ ചില ആൾക്കാർ പരിതപിക്കും, എന്തിനാണ് നമ്മുടെ പിള്ളേർക്ക് ഈ അറിയില്ല, കായ്ക്ക അറിയില്ല. കായ്ക്ക എന്തിനറിയുന്ന? യു സ്പീക്ക് ഇറ്റ്. ദ മൊബൈൽ വിൽ ടൈപ്പ് ഇറ്റ്. ഒരു തെറ്റും കൂടെ ടൈപ്പ്. ഇഫ് യു നോ ദ ലാംഗ്വേജ് യു ക്യാൻ ജസ്റ്റ് ഗോ ബാക്ക് ആൻഡ് സീ ഇഫ് ദർ ഇസ് എനി കറക്ഷൻ റിക്വയർഡ്. ഇഫ് യു ഡോണ്ട് നോ ദ ലാംഗ്വേജ്, give it to Google, it will correct. There are many AI mechanisms in internet which will correct whatever text you give. Grammarly ഉണ്ട്, അല്ലാതെ നൂറുകണക്കിന് സാധനങ്ങളുണ്ട്. Only thing is that you need to talk logically, then only it will type. നിങ്ങൾക്ക് കർത്താവും കർമ്മവും ക്രിയയൊക്കെ കൃത്യമായിട്ട് പറയാൻ പറ്റണം. കർത്താവിനെ കൊണ്ടുപോയിട്ട് ക്രിയയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാൽ പറയുമ്പോൾ പറയാം, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദ റൈറ്റിംഗ് വിൽ ഗോ ഇൻ ദിസ് വേ. നിങ്ങൾക്ക് പറയാണ്ട് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. പറയുമ്പോൾ എങ്ങനെ പറയണം? യു നീഡ് ടു ബി ലോജിക്കലി ഫ്ലുവന്റ്. അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു പുട്ട് ദ പാർട്സ് ഓഫ് സ്പീച്ച് ഇൻ ദ ഡെഫിനിറ്റ് പ്ലേസസ്. യു ഗോട്ട് എ നൗൺ, യു ഗോട്ട് എ പ്രോനൗൺ, യു ഗോട്ട് എ വെർബ്, adverb, adjective, conjunction, interjection. These things should be put in place. എന്നാലേ ഈ സാധനം എഴുതി വരുമ്പോഴേക്കും നേരവേ ആവും. നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് രാത്രി ഒരു 10 മണിക്ക് ഒരാൾ മരിച്ചു നമ്മുടെ നാട്ടിൽ. അത് പിറ്റേ ദിവസത്തെ 10 വരുന്നു. കാരണം 5 മണിക്കുള്ള ബസ്സിൽ ഈ റിപ്പോർട്ടർ അയാളുടെ വാർത്തകളെല്ലാം കൂടെ കൂടി എഴുതി ഇങ്ങോട്ട് കോട്ടയത്തിനോ എറണാകുളത്തിനോ അല്ലെങ്കിൽ കോഴിക്കോടിനോ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിനുള്ള ആഫീസിലേക്ക് അയക്കും. ബിഫോർ സം 30 years ഞാൻ ഈ മനോരമയുടെ ഓഫീസിൽ പോയപ്പോൾ അവിടെ ടെലിപ്രിന്റർ ടക് 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 എന്നൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. Now if you go there,
11:55 മരിച്ചയാളുടെ വാർത്തയും അയാളുടെ ചിത്രം അടക്കം പിറ്റേ ദിവസത്തെ പേപ്പറിൽ നിങ്ങൾക്ക് കിട്ടും. ബിക്കോസ് ദ സിസ്റ്റം ഹാസ് മെയ്ഡ് ഇറ്റ് സോ ഈസി. അവിടെ ആ പത്രപ്രവർത്തകർ ഇതെല്ലാം ടൈപ്പ് ചെയ്തിരിക്കുകയാണോ? യു മൈറ്റ് ഹാവ് സീൻ പീപ്പിൾ ജസ്റ്റ് സ്റ്റാൻഡിങ് ആൻഡ് ടോക്കിംഗ് ആൻഡ് the instrument is typing what you say. What is the most important skill you need to have about language? എഴുത്താണോ? അല്ല, പകരം സംസാരമാണ്, ഭാഷണമാണ്, സ്പീക്കിംഗ് ആണ്. And when speaking is the most prominent thing, what you need to have about language, the teacher goes to the classroom and say, please keep quiet, don't talk, let me talk. No, നിങ്ങൾ മിണ്ടരുത്, നിശബ്ദത പാലിക്കണം. And you have curtailed people to speak. This is where you need to have innovation. എന്നാൽ ശരി, നിങ്ങളൊന്ന് സംസാരിച്ചോളാൻ പറയും കുട്ടികളോട്. They will start talking aloud. Nothing will be, audible to anybody because everybody is speaking. That is not speaking, in fact. അത് വേറെന്തോ ആണ്. You need to make people think and then make people to speak. അതാണല്ലോ ആവശ്യം. We will see how people think and how they are put to speak in our, നമ്മൾ നേരിട്ട് കാണുമല്ലോ, എന്താണ് ഫേസ് ടു ഫേസ് സെഷനിൽ നമ്മൾ ട്രൈ ചെയ്യും അതൊക്കെ പറ്റുമെന്നുള്ളത്. But only thing is that you need to make children speak logically enough with all the parts of speech put in definitely right places. Communication ഇല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല. You should be very communicative, at the same time you should be very crispy in communicating. നീണ്ട വാചകങ്ങളൊന്നും കേൾക്കാനും നീണ്ട പ്രഭാഷണങ്ങൾ ചെവി കൊടുക്കാനും ഈ നാട്ടിലേക്ക് സമയമില്ല. You need to be very accurate. അതൊരു സ്കില്ലാണ്. അത് നമുക്ക് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരണം. The second thing what you need to have is collaboration. ഒരു സ്കൂളിൽ പഠിച്ച കാലത്ത് നമുക്കറിയാം ചില ചോദ്യങ്ങൾ. Who invented fountain pen? Answer, Waterman. 1 മാർക്ക്. Who invented radio? Marconi. 2 മാർക്ക്. Who invented aeroplane? Wright brothers. 3 മാർക്ക്. Who invented X-ray? Rontgen. 4 മാർക്ക്. ഇങ്ങനെ മാർക്ക് മേടിച്ച് കൂട്ടിയ ഒരാളാണ് ഞാനും. Unfortunately, I am teaching in standard 1 every day in the first period. Second period, I teach in standard 2. Third period in standard 3. Fourth period in standard 4. Fifth period again, I go back to standard 1. I did not go anywhere. ഞാൻ ഭയങ്കര മാർക്ക് മേടിച്ച് വലഞ്ഞ തവിട് പൊടിയായിട്ടിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ. Because I knew who invented radio, who invented fountain pen, who invented aeroplane. എന്ത് വേണം, ലോകത്തിലുള്ള ടെലിവിഷൻ, കമ്പ്യൂട്ടർ എല്ലാം കണ്ടുപിടിച്ച ആൾക്കാരുടെ പേര് കൃത്യമായി പറഞ്ഞ് ഓർമ്മിച്ചും ഒരു ഗതിയും പരഗതിയില്ലാതെ ഇരിക്കുന്നു. ബട്ട് സി, ഒരു ഫോട്ടോ എടുക്കുക മൊബൈലിൽ. The first thing you need to do is, you need to go to Beauty Plus. ഒരു സെൽഫി എടുത്തു ബ്യൂട്ടി പ്ലസിലേക്ക് പോകുന്നു. You have some things there to edit your photograph. നിങ്ങളുടെ ഫോട്ടോ അല്ലേ, മോശമാകാൻ പറ്റുമോ? So what you do is, you edit it. ബ്യൂട്ടി പ്ലസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഫോട്ടോ നല്ല ചിമിട്ട് സാധനമാണ്. കവിളൊക്കെ നല്ല തൊടുത്ത്, ഇവിടുത്തെ കറുത്ത പാടൊക്കെ പോയി, തലമുടി വലത് നരച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ല കറപ്പിച്ച് നല്ല ചാമ്പാഞ്ഞ പോലത്തെ മുഖമായിട്ട് പുറത്തേക്ക് വരും പടം. യു പുട്ട് ഇറ്റ് ആസ് എ DP. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാണത്. ഗ്രേറ്റ്. അതിനു മുമ്പ് ബ്യൂട്ടി പ്ലസിന് മുമ്പ് ഒരു സാധനം നാട്ടിലിറങ്ങി. മേ ബി ഇൻ ദ ഫസ്റ്റ്, എനിക്ക് തോന്നുന്നു ഒരു 99 ഇറങ്ങിയ സാധനം, അഡോബി ഫോട്ടോഷോപ്പ്. അഡോബി ഫോട്ടോഷോപ്പിൽ ഉള്ള പ്ലഗിൻസ് എല്ലാം കൂടി അടിച്ചു കൂട്ടിയാണ് എന്തുണ്ടാക്കിയത് നമ്മുടെ ബ്യൂട്ടി പ്ലസിന്റെ. എല്ലാ പ്ലഗിനൊന്നും വേണ്ട, സം പ്ലഗിൻസ്. അതാണ് ബ്യൂട്ടി പ്ലസിന്റെ ആധാരം. അപ്പം ഇത്രയും ലോകത്തിലുള്ള ഇത്രയും പേര് ഈ ബ്യൂട്ടിഫിക്കേഷൻ ക്യാമറയും ബ്യൂട്ടിഫിക്കേഷൻ സിസ്റ്റംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആരാണ് ഈ ഫോട്ടോഷോപ്പ് കണ്ടുപിടിച്ചത്? എക്സ്റേ ഇപ്പൊ അത്ര പേര് ഉപയോഗിക്കുന്നില്ല. യു ഹാവ് ഗോട്ട് സ്കാനേഴ്സ്.
സിറ്റി സ്കാൻ ഉണ്ട്, മറ്റേ സ്കാൻ ഉണ്ട്, മറിച്ച സ്കാൻ ഉണ്ട്. എക്സ്റേ ഹാസ് ഗോൺ ലിറ്റിൽ ബിറ്റ് ഔട്ട് ഓഫ് ഫാഷൻ. റേഡിയോ ഹാസ് moved from the real radio to internet radio. Most of the channels what you listen to in a radio has gone to internet platforms. Television കാര്യം പറയാനില്ല. You have got even Hotstar, which you did. നിങ്ങൾക്ക് ആന്റിന വേണ്ട, ഒന്നും വേണ്ട. If you have internet connection, you can see Hotstar, you can have the Disney World ഒക്കെ കിട്ടും. അപ്പൊ ചാൾസ് ബാബേജ് കണ്ട സാധനമൊന്നും അല്ല ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്നത്. Then who invented this bloody Photoshop? ആരാണത് കണ്ടുപിടിച്ചത്? ആർക്കെങ്കിലും വല്ല നിശ്ചയം കിട്ടുന്നുണ്ടോ? If you open Photoshop, you can see 44 names കാണാൻ പറ്റും, ആൾക്കാരുടെ പേര് കാണാൻ പറ്റും. കുറെ ആൾക്കാരുടെ പേര് എഴുതിയാണ്. ഇവരെല്ലാം കൂടിയിട്ടാണ് ഫോട്ടോഷോപ്പ് കണ്ടുപിടിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി നോക്കുമ്പോൾ ഒരു മലയാളിയുടെ പേര് ഹരീഷ് ശിവരാമകൃഷ്ണൻ. ഇയാളുടെ പേര് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, ഹരീഷ് ശിവരാമകൃഷ്ണൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഹരീഷ് ശിവരാമകൃഷ്ണൻ ഈസ് വൺ ഓഫ് ദ പീപ്പിൾ, പേഴ്സൺസ് ഹു ഹാവ് കോൺട്രിബ്യൂട്ടഡ് ഫോർ ദ ഡിസ്കവറി, ഇൻവെൻഷൻ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ് ഓഫ് ഫോട്ടോഷോപ്പ്. അയാളെ നിങ്ങൾ അറിയോ ആരെങ്കിലും? പാലക്കാട് മലപ്പുറത്തൊക്കെയുള്ള ആൾക്കാർക്ക് ഇപ്പം പരിചയം ഉണ്ടാവും. രക്ഷയില്ല, ആരുമില്ല. ഇദ്ദേഹത്തിന്റെ വീട് മലപ്പുറം പാലക്കാട് ഭാഗത്താണ്. അതിന്റെ സതീശൻ സാർ സിംഗറാണ് സാർ, സിംഗറാണ്. അകം ബാൻഡ് സിഇഒ ആണ് അല്ലെ? അകം എന്ന് പറയുന്ന മ്യൂസിക് ബാൻഡിന്റെ സിഇഒ ആണ്. ഒരു 2 തവണ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരുന്നാ പറഞ്ഞത്. പക്ഷെ 6 ചങ്കുണ്ട്, 8 വാൽവുണ്ടെന്ന് എനിക്കൊന്നുമില്ല. ഇഫ് യു സ്റ്റാർട്ട്, നിങ്ങൾ അയാളുടെ ഒരു വോയിസ് കൺട്രോളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതുപോലത്തെ ഒരു മനുഷ്യൻ, പാട്ടുകാരൻ, പേര് ഹരീഷ് ശ്രീരാമകൃഷ്ണൻ. അയാൾ തന്നെയാണ് ഈ അഡോബി ഫോട്ടോഷോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പോയ കഥാപാത്രം. ഇത് ഭയങ്കര രസകരമാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ച പഴയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറും കൂടെയാണ്. ഹി വർക്ക് ഫോർ അഡോബി ഇയേഴ്സ് ബാക്ക്. ഈ ബാക്കിയുള്ളവന്മാർ ആരൊക്കെയെന്ന് അറിയണ്ടേ? 34 പേരുണ്ടല്ലോ, ഇത് ആരൊക്കെയെന്ന് അറിയണ്ടേ? അന്വേഷിച്ചപ്പോൾ ഒരാൾ കളറിസ്റ്റ്, കളർ കോമ്പിനേഷനുകളെ കുറിച്ച് പഠിച്ച ഒരു കഥാപാത്രം. 3 of the people have studied literature, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചവരാണ് 3 പേര്. ഈ പൂച്ചയ്ക്ക് എന്താണ് പൊന്നെടുക്കുന്നത് കാര്യം ചോദിച്ച പോലെ ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ച ആൾക്ക് എന്തിനാണ് അഡോബി ഫോട്ടോഷോപ്പിൽ കാര്യം? You have got some systems working. You need to make people know exactly how it is working. ആ വർക്കിംഗ് മോഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. വെരി എക്സ്പ്ലനേറ്ററി, റിഫ്ലക്റ്റീവ്, ഇന്നോവേറ്റീവ്, ഡെക്കറേറ്റീവ് ലാംഗ്വേജ് ആണ് അവരുടെ. അതേസമയത്ത് തന്നെ വളരെ ക്രിസ്പീവ് ആയിരിക്കും. You have got 3 people who studied language who contributed for this Photoshop. ചിലർ മാത്തമാറ്റിക്സ് പഠിച്ചവർ, ചിലർ ഫിസിക്സ് പഠിച്ചവർ, ചിലർ കെമിസ്ട്രി പഠിച്ചവർ, ഹിസ്റ്ററി പഠിച്ചവർ, ജോഗ്രഫി പഠിച്ചവർ. എന്ത് കളിയാണിത്? വാട്ട് ഡസ് ജോഗ്രഫി ഹാസ് ടു ഡു വിത്ത് ഫോട്ടോഷോപ്പ്? ഒന്നുകൂടെ ആലോചിച്ചാൽ ഉത്തരം കിട്ടും. 2000-ന് മുമ്പ്, അതായത് ഈ നൂറ്റാണ്ടിന് മുമ്പ്, 21st century തുടങ്ങുന്നതിന് മുമ്പ്, we had a Röntgen, we had a Madame Curie, we had one person called Charles Babbage, we had some Marconi, we had a pair of brothers called Wright brothers, and then Waterman. 2000-ന് ശേഷം ഒരു പരം വാട്ടർമാനും ഇല്ല. Every invention what you see around is a contribution of a collaborative effort. കുമാർ സാറിന്റെ കഥ തീർന്നു, രക്ഷപ്പെട്ടു. എന്തായാലും ആഫ്റ്റർ 2000 you cannot see a waterman, റോൺസിൻ ഒന്നുമില്ല. ഈവൻ നോബൽ പ്രൈസസ് അതുപോലും ഷെയർ ചെയ്യപ്പെടുന്നു. ബിക്കോസ് in this century, if you want to make a contribution to science or economics or whatever it is, നിങ്ങൾക്ക് ഒരു കൊളാബറേറ്റീവ് എഫോർട്ട് വേണ്ടി വരും. നിങ്ങൾ ഇനി വേണ്ട മൈക്രോസോഫ്റ്റ് എക്സൽ ആരാ കണ്ടുപിടിച്ചത്? മൈക്രോസോഫ്റ്റ് വേർഡ് ആരാ കണ്ടുപിടിച്ചത്? ആരാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് കണ്ടുപിടിച്ചത്? You cannot find a person who has done it. It's a team of people. And this team has got
ആ ടീമിലുള്ള ആൾക്കാർ പലരും പല സ്ഥലത്തു നിന്ന് വന്നവരാണ്. പല ഭാഷകൾ, പല രാജ്യങ്ങൾ, പല സംസ്കാരങ്ങൾ, പല അറിവുകൾ, പല സ്കില്ലുകൾ, പല അറിവ് മേഖലകൾ, അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരാണ് ഈ ഓരോ കണ്ടുപിടുത്തങ്ങളായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്. Do you think that the people who have contributed for the construction of Microsoft Excel അവരെല്ലാവരും മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും പഠിച്ചതാന്ന് തോന്നുന്നുണ്ടോ? Never. Never ever. They come from different walks of life. And some person has put all these people in right places so that some innovation has started. And that innovation comes in the form of Microsoft Excel, in the form of Photoshop, in the form of artificial intelligence, machine learning. See how world is happening now, how world is developing now. And still we have in classrooms, we have mathematics, physics, chemistry, English. All these things are put in watertight compartments in school. എന്തെങ്കിലും ഒരു ദിവസം ഈ കമ്പാർട്ട്മെന്റിൽ തന്നെ പുറത്തിറക്കണ്ടേ? ബിക്കോസ് ഇൻ ലൈഫ് യു ഹാവ് ഗോട്ട്, ഈ ജീവിതത്തിൽ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ഒന്നുമില്ല. ഇഫ് യു വാണ്ട് ടു ഗോ ടു എ മുനിസിപ്പൽ ഓഫീസ്, നിങ്ങൾക്ക് ഒരു പരാതി കൊടുക്കണം. അത് പരാതി കൊടുക്കുന്നില്ലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലാൻ എടുക്കണം. ചെല്ലാൻ എടുക്കുമ്പോൾ നിങ്ങളുടെ 100 രൂപയുണ്ട്, ചെല്ലാൻ വില 78 രൂപ. അപ്പം 100 രൂപയുടെ ബാക്കി എത്ര വേണം നിങ്ങൾക്ക് അറിയണം. അല്ലെങ്കിൽ അവിടെ 200 രൂപ കൊടുക്കണം, നിങ്ങളുടെ കയ്യിൽ 78 രൂപയേ ഉള്ളൂ. സോ ഹൗ മച്ച് യു നീഡ്? സോ യു ഹാവ് മാത്തമാറ്റിക്സ്. എഴുതണം, യു നീഡ് ടു ഹാവ് എ ലാംഗ്വേജ്. അപ്പോഴാണ് അവർ നിങ്ങൾ ഈ നോട്ടീസ് വായിച്ചതിന് ശേഷം എഴുതിയാൽ മതി, നിങ്ങൾ വല്ലതും എഴുതി വെക്കണ്ട. ഓക്കെ, then you have to read. നിങ്ങളുടെ വീട്ടില് മറ്റേ എന്താണ് പ്ലാസ്റ്റിക്കും ഒക്കെ തരംതിരിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടോ? അതെന്താ സാർ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നത്? ആ ജൈവമാലിന്യം അജൈവമാലിന്യം എന്തുവാണ്? യു നീഡ് ടു നോ ബയോളജി ഹിയർ, യു നീഡ് ടു നോ ജോഗ്രഫി ദയർ, യു നീഡ് ടു നോ സർവേയിങ് സംടൈംസ് ഇഫ് യു ഗോ ടു എ റവന്യൂ ഓഫീസ്. അപ്പൊ എല്ലാ തരം കളികളും കളിച്ചിട്ട് വേണം ലോകത്തിൽ എന്തെങ്കിലും കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ. ബട്ട് സ്റ്റിൽ വി ഹാവ് ക്ലാസ് റൂംസ് ഫിറ്റഡ് ഫോർ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി എല്ലാം ഉണ്ട്. ഓൾ ദീസ് തിങ്സ് സ്റ്റാൻഡ് അപ്പാർട്ട് in different islands where life beckons you to bring all the skills together. Appo collaborative avande, there should be some collaborative project ongoing in your school, because idana ee kuttikalkku ini naale jeevikkan vendi vendu. ningalku s is equal to ut plus half it squared 100 വട്ടം എഴുതിയ ആൾക്കാരെ ഈ ലോകത്തിന് വേണ്ട. ഫസ്റ്റ് പ്രിൻസിപ്പിൾസ് ഡെറിവേറ്റീവ് എന്നെ പോലെ കാണാതെ പറയുന്നവരെ ഇനി വേണ്ട. Everybody continues its state of rest or of uniform motion along a straight line unless it is compelled by an external force to change that state എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്നെ ഈ ലോകത്തിന് ഇനി വേണ്ട. You need to have people who put their heads together and work for something new to happen in this planet. അവരെ മതി. We have got, നമുക്ക് സയന്റിഫിക് ടെമ്പറമെന്റ് വേണം, നമുക്ക് കൊളാബറേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾ കേൾക്കുന്നത് വയനാട്ടിൽ 8 പേരെ ലോൺ എടുത്ത് ആത്മഹത്യ ചെയ്തു. എന്ത് ലോൺ? മറ്റേ ആപ്പിൽ കൂടെ ലോൺ എടുത്തിട്ട് അവസാനം കെണിയിലായി. ചൈനയിൽ നിന്ന് മറ്റു കോള് വരികയാണ്, നിന്നെ കൊല്ലും, നിന്റെ ചിത്രം ഞങ്ങൾ പകർത്തിയിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മോർഫാണ്, മറ്റേതാണ്, മറിച്ചതാണ്, യു ആർ ഗോയിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. വൈ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, എല്ലാ ഫോണും എടുത്ത് നമുക്ക് അറബിക്കടലിൽ കൊണ്ടുവരുന്നേക്കാം. പറ്റുമോ? വി കനോട്ട് ലീവ് എ സിംഗിൾ മിനിറ്റ് വിത്തൗട്ട് എ സ്മാർട്ട് ഫോൺ. അതാണ് നമ്മുടെ നാട്, നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. Then what will we do? We need the people to have digital awareness. ഒരു 1990s നമുക്ക് ഓർമ്മയുണ്ട്, വി ഹാഡ് ദിസ്, എന്തിട്ടാണ് എൻ്റെ പേര്, അക്ഷരം പഠിപ്പിക്കുന്ന പരിപാടി, പേര് ഞാൻ മറന്നു. സാക്ഷരത പരിപാടി ഇട്ടായിരുന്നു. ഇനി നമുക്ക് സാക്ഷരതാ പരിപാടി വേണ്ട, എഴുത്തും വായനയെന്ന് പറഞ്ഞില്ല ഇവിടെ ജീവിക്കാം. ബട്ട് യു നീഡ് ടു ഹാവ് ഡിജിറ്റൽ ലിറ്ററസി. നിങ്ങൾക്ക് ഡിജിറ്റൽ സാക്ഷരതയുണ്ടോ? And what can a school do in order to bring digital literacy in the community where the school happens? സ്കൂൾ നിലനിൽക്കുന്ന, സ്കൂൾ എക്സിസ്റ്റ് ചെയ്യുന്ന, സ്കൂൾ സംഭവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ
ഡിജിറ്റൽ ലിറ്ററസി ഇല്ലെങ്കിൽ ആ സ്കൂള് ഒരു സോഷ്യൽ കോൺസ്ട്രക്റ്റ് അല്ല എന്ന് പറയേണ്ടി വരും. അതവിടെ നിൽക്കട്ടെ. വാട്ട് നെക്സ്റ്റ്? പിന്നെ നമ്മൾ പറഞ്ഞത് ഒന്ന് ഡിജിറ്റൽ ലിറ്ററസി, വി ഹാവ് ഗോട്ട് കൊളാബറേഷൻ, കമ്മ്യൂണിക്കേഷൻ, ക്രിയേറ്റിവിറ്റി വേണ്ടേ? ക്രിയേറ്റിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ലോകത്തിൽ നിൽക്കാൻ ജീവിക്കാൻ പോലും പറ്റില്ല. ഇഫ് യു ആർ നോട്ട് ക്രിയേറ്റീവ്, ദ സിസ്റ്റം വിൽ ത്രോ യു ഔട്ട്. And the last and final batch of non-creative people are in the same bus where I am traveling with you. ഞാനും നിങ്ങളും ട്രാവൽ ചെയ്യുന്ന ഈ ബസ് കഴിഞ്ഞാൽ അതാണ് ലാസ്റ്റ് ബസ്. ഇനി വരുന്ന ബസ്സിലെല്ലാം ക്രിയേറ്റീവ് പീപ്പിൾ ആയിരിക്കും. ആൻഡ് ദോസ് പീപ്പിൾ ഹു ആർ നോട്ട് ക്രിയേറ്റീവ് വിൽ ഹാവ് ടു വെയിറ്റ് ഔട്ട്സൈഡ്. അവർ ഒരിക്കലും യാത്ര ചെയ്യാൻ പോകുന്നില്ല. ബിക്കോസ് ദ വേൾഡ് ഹാസ് ടേക്കൺ എ ഡെഫിനിറ്റ് പേസ്, എ ഡിഫറെന്റ് വെലോസിറ്റി. അപ്പോൾ എന്ത് വേണം? ക്രിയേറ്റിവിറ്റി വേണം. How can a classroom be creative when you are going to handle mathematics? How can a classroom be, creative when you are trying to teach science? How can a classroom be creative when you have got 2 texts or more of English to teach? ബോട്ടണിയും സുവോളജിയും ഹിന്ദിയും ഇംഗ്ലീഷും ഫിസിക്സും കെമിസ്ട്രിയും പ്രാക്ടിക്കലും, അതിൻ്റെ കൂടെ ഒരു മേളയും വേറൊരു മേളയും മറ്റൊരു മേളയും, അതിൻ്റെ കൂടെ സേയും ഇംപ്രൂവ്മെൻറ്റും വലിയ പരീക്ഷയും സ്റ്റഡി ലീവും പള്ളിപ്പെരുന്നാളും ഇതൊക്കെ നമുക്ക് വേണ്ടേ? ഇതിനിടയ്ക്ക് നമ്മൾ ഹൗ ക്യാൻ വി live creatively in a classroom? How can you bring a generation that's creative? But if you are not creative, the bus is gone. നിങ്ങളുടെ പിള്ളേർ ആ ബസ്സിൽ കയറൂല. നമ്മളൊക്കെ രക്ഷപ്പെട്ട ഇങ്ങനെ ബസ്സിൽ കയറി യാത്ര ചെയ്ത് ഇവിടം വരെ എത്തി. ഇഫ് യു ഗോ അഹെഡ് ലൈക്ക് ദിസ്, അടുത്ത ബസ്സിന് കയറി അവരെങ്ങോട്ട് പോകും? UK പോകും. അവിടെ ചെന്നാൽ പരമാനന്ദം തോന്നുന്നുണ്ടോ? നിങ്ങൾ ക്രിയേറ്റീവ് അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റം നിങ്ങളെ പിടിച്ച് അവിടുത്തെ കടലിൽ തള്ളിയിടും. സൗദിയിലേക്ക് അല്ലേ? ഇഫ് യു ആർ നോട്ട് ക്രിയേറ്റീവ്, യു വിൽ ബി ഡംപ്ഡ് ഇൻ ടു റെഡ് സീ. ചുവന്ന കടലിൽ നിങ്ങളെ തള്ളിയിടും. ഞാൻ ലിറ്ററൽ മീനിങ്ങിൽ പറയുകയല്ല, ബട്ട് ദിസ് ഈസ് വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ വേൾഡ്. ക്രിയേറ്റിവിറ്റി വേണം. നൗ ദ തിങ് ഈസ് ഇന്നോവേഷൻ. ഇന്നോവേഷൻ ഈസ് സംതിങ്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ എനിക്കറിയില്ല എന്താണ് ഇന്നോവേഷൻ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ. ബട്ട് ഐ നോ വൺ തിങ്. Innovation is something that put people together, people of different capacities, different strengths, different skills, different volumes. ഇതൊക്കെയുള്ള ആൾക്കാരെ ഒരുമിച്ചിരുത്തി കൺസ്ട്രക്റ്റീവായിട്ടും ക്രിയേറ്റീവായിട്ടും കമ്മ്യൂണിക്കേറ്റീവായിട്ടുമുള്ള ആശയങ്ങളും സംരംഭങ്ങളും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് to some extent innovation. Is innovation possible in school? But the problem is, if it is not possible in school, പിന്നെ എവിടെയാണ് ഇത് സാധിക്കുക? If you are not able to plant the seeds of innovation in school, പിന്നെ എവിടെ ആയിരിക്കും സംഭവിക്കുന്നത്? This is the question what we have in front of us. In every inch of the classroom, in every inch of the classroom wall, in every inch of the campus, there is a scope for innovation, because if you have got a challenge in front of you, you are going to innovate. ഞാൻ നിങ്ങൾക്ക് ഒരു സിമ്പിൾ ഇന്നോവേഷന്റെ കഥ പറയാം. ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇന്നോവേഷൻ വിച്ച് ഐ ഹാപ്പൻ ടു ഡു ഇൻ അക്യൂട്ട് ഡിമാൻഡ്. ഇവരെ നിവർത്തിനകത്തുകൊണ്ട് ചെയ്ത ഒരു ഇന്നോവേഷന്റെ കഥ ഞാൻ പറയാം. അതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എനിക്ക് നിങ്ങളുടെ സ്കൂളിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നോവേഷന്റെ കഥ എന്നോട് പറയണം. പറയൂ. Somebody who can come forward with an innovation that can happen in a school. ഇങ്ങനത്തെ പലതരത്തിലുള്ള ആൾക്കാർ, പലതരത്തിലുള്ള റിസോഴ്സസ്, പല കോണിൽ നിന്ന് വന്ന ആൾക്കാർ, ഇവരൊക്കെ ഉൾപ്പെടുത്തി പല സബ്ജക്റ്റ് പഠിച്ചവർ, സബ്ജക്ട് ടീച്ചേഴ്സ്, ലാംഗ്വേജ് ടീച്ചേഴ്സ്, ഇവരെല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഇഫ് യു ക്യാൻ ഹാവ് an innovation in school, അതെന്തായിരിക്കും? അങ്ങനെ പറഞ്ഞ ഒരു ഉദാഹരണം ആരെങ്കിലും പറഞ്ഞാൽ ഐ വിൽ ടെൽ യു വാട്ട് ഇന്നോവേഷൻ
I had, forcibly I had in life. സർ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോ ആ കുട്ടികള് ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സിൽ ഉപയോഗിക്കുന്നതിന് പകരം സ്ക്രീനിൽ ആ ടെക്സ്റ്റ് ബുക്ക് കാണിക്കുകയും അത് ഉപയോഗിച്ച് കുട്ടികൾ പഠിക്കുകയാണ് ചെയ്യാറ്. അതൊരു ഇന്നോവേഷൻ ആണോ എന്ന് അറിയില്ല. ടെക്സ്റ്റ് കുട്ടികൾ ഓരോരുത്തരും മുൻപിൽ നിർത്തി വെക്കുന്നതിന് പകരം പ്രൊജക്ടർ ഉപയോഗിച്ച് അതങ്ങനെ എല്ലാ കുട്ടികളും സ്ക്രീനിൽ നോക്കിയാണ് അത് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനകത്തുള്ള കാര്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. പിന്നെ ബോർഡില് വൈറ്റ് ബോർഡ് ഉപയോഗിച്ച് എഴുതുന്നതിന് പകരം പിന്നെ വേർഡ് ഡോക്യുമെന്റ് ആണ് കുട്ടികൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ നോട്ട്സോ എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതും ബോർഡിൽ എഴുതുന്നതിന് പകരം ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അത് ആരെങ്കിലും ഇംഗ്ലീഷ് ടീച്ചർ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ഇന്നോവേറ്റീവ് എനിക്കറിയാം. തമാശ പറഞ്ഞ കേട്ടോ, എവരിബഡി ഈസ് ഇന്നോവേറ്റീവ് ഇൻ ദെയർ ഓൺ വേസ്. ഇവിടെ എന്റെ ഭാര്യ ഒരു ഇംഗ്ലീഷ് ടീച്ചറാണ്, അപ്പൊ അയാൾ കേൾക്കാൻ വേണ്ടി പറഞ്ഞതാ. പറഞ്ഞോളൂ, ഇനി എന്തെങ്കിലും ഇല്ല ഞാൻ എന്റെ കഥ പറയും, ബോറടിപ്പിക്കും. ബോറടിച്ചേ തീരും. സോണി സാറും പോയോ? ഇല്ല സാർ, ഇവരൊക്കെ ഉറങ്ങുമെന്ന് തോന്നുന്നു. അത് നിങ്ങൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ ഏതെങ്കിലും സമയത്ത്? എല്ലാവരും ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് തോന്നുന്നു അവർ ആലോചിക്കുന്നുണ്ടാവും എന്ത് ഇന്നോവേഷനാണ് പറയേണ്ടതെന്നുള്ള. അതെ, ഷീജ ടീച്ചറിന് പറയാം ടീച്ചറുടെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി, ഒരു അനുഭവം പറയാം. ഇല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ളത് പറഞ്ഞാലും മതി. ഞാൻ നാളെ പോലെ നമ്മൾ ഇതാണ് ഇന്നോവേറ്റ് ചെയ്യാൻ പോകുന്നത് നല്ല തീരുമാനിക്കാലോ. എല്ലാവരും വളരെ ക്രിയേറ്റീവ് ആണ് സാർ, നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ക്രിയേറ്റീവ് ആണ്. ഇബ്രാഹിം സാറ്, പിന്നെ സാവേദ് സാറ്, രാമേന്ദ്രൻ സാർ, എവരിബഡി ഈസ് ഇന്നോവേറ്റീവ്. ഞാൻ കണ്ണൂര് പിന്നെ കടലോരത്തുള്ള ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. കണ്ണൂർ സിറ്റി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയും. അപ്പൊ നമ്മളിവിടെ പൊതുവെ റിസൾട്ട് കുറച്ച് പിറകിലുള്ള ഒരു വിദ്യാലയമാണ്. അതുപോലെ തന്നെ ഫിഷർമാൻ മക്കളാണ് കൂടുതലുള്ളത്. അങ്ങനെ കുറച്ച് പ്രയാസങ്ങളെല്ലാം ഉണ്ട്. പഠനത്തിന് സാധാരണ പറയുന്ന ഒരു പിന്നാക്ക വിദ്യാലയം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ള ആ വിദ്യാലയത്തിൽ ഒരു റിസൾട്ട് മെച്ചപ്പെടുത്തണം എന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹം കൊണ്ട് സ്റ്റാഫും ഞങ്ങളെല്ലാം കൂടിയിട്ട് ഇപ്പം ചെറിയ ചില നമ്മുടെ ഈ പരിധിയിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഒന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ എഴുതുക എന്ന് പറയുന്നത്, സാർ പറയുന്ന ആദർശപരമായി ഇന്നത്തെ ക്ലാസ്സിന്റെ കാര്യമെല്ലാം പറഞ്ഞത്, പ്രാക്ടിക്കലായിട്ട് എഴുതാൻ അറിയാത്ത, വായിക്കാൻ അറിയാത്ത, നമ്മളെ കുട്ടികളുടെ സ്റ്റാൻഡ് ഏടിയാണെന്ന് അറിയാത്ത, രക്ഷിതാവ് കടലിൽ പോയ ഒരാഴ്ച കഴിഞ്ഞാൽ മീറ്റിങ്ങിന് അപൂർവമായി ചിലരെങ്കിലും വരുന്ന അങ്ങനെല്ലാം ഉള്ള ഒരു ടീമായതുകൊണ്ട് ഞങ്ങൾ ഇപ്രാവശ്യം കൊടുത്തിരിക്കുന്നത് ഇപ്പൊ ഇന്നലെ അടച്ചു. ഇന്ന് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു, ഇന്നലെ അടച്ചു. അപ്പൊ ഈ അവധിക്കാലത്ത് ഈ മുഴുവൻ ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ടെസ്റ്റോ നോട്ടോ ഫ്രണ്ട്സോ ടീച്ചേഴ്സോ സഹായം തേടി ഒരു റൗണ്ട് കൃത്യമായി പരീക്ഷയ്ക്ക് വേണ്ടുന്ന അളവിൽ എഴുതി കൊണ്ടുവന്ന് അങ്ങനെ 6 ഉത്തരക്കടലാസുകളും അവര് ഒന്നാമത്തെ ദിവസം തുറക്കുന്ന 1-ാം തീയതി മക്കള് അവര് സ്വന്തം നിലയിൽ കണ്ടെത്തിയ ഉത്തരങ്ങളുമായി വരും. അവർ യഥാർത്ഥത്തിൽ എഴുതിയ ഉത്തരക്കടലാസുകൾ ആ ദിവസം 6 എണ്ണത്തിന്റെയും ക്ലാസ് ടീച്ചർ മുഖാന റെഡിയാക്കും. അങ്ങനെ പരീക്ഷയ്ക്ക് അവർ എഴുതിയത് എന്ത്, പരീക്ഷയ്ക്ക് യഥാർത്ഥത്തിൽ എഴുതേണ്ടത് എന്ന കാര്യം കൂടി 6ഉം 6ഉം 12 ആയിട്ട് രക്ഷിതാവിനെയും കുട്ടിനെയും അരിയത്തിരുത്തി നമ്മളൊരു ക്ലാസ്സിൽ ഇൻഫോർമലായി ഇരുന്ന് ഫ്രണ്ട്ലി ആയി ഒരാൾ എവിടെ നിൽക്കുന്നു, എന്ത് നിൽക്കുന്നു, ഇനി നമ്മൾ എന്താ ചെയ്യുന്നു, അതിനുശേഷം ഈ പട്ടിക തിരിച്ചിട്ട് ഒരു സമീപ വിദ്യാലയങ്ങളിൽ സമീപ ഭാഗത്തുള്ള കുട്ടികളിൽ വെച്ച് 20 ദിവസത്തെ ഒരു നൈറ്റ് പാക്കേജ് 10 മണി വരെ ആൺകുട്ടികൾക്ക്, പിന്നോക്കം നിൽക്കുന്ന ആൺകുട്ടികൾക്ക് അങ്ങനെ ആക്കി ഒരു ചെറിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം സാർ ഈ പറയുന്നതിന്റെ ഇടയ്ക്കൊന്ന് പറയട്ടെ, ഹിസ്റ്ററിയിൽ ഞാൻ ഹിസ്റ്ററി പ്രിൻസിപ്പളാണ്. ഹിസ്റ്ററിയിൽ ഈ ഇന്ത്യയെ കണ്ടെത്തൽ, 3 സഞ്ചാരികൾ ഇന്ത്യയെ കണ്ടെത്തുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. അതിലൊരു ചെറിയൊരു ഇന്നോവേഷനാണ് പറയുന്നത്. അപ്പൊ അത് 3 അൽബറൂന് 3 കാലഘട്ടത്തിലെ 3 തരക്കാർ ഇന്ത്യയെ കണ്ട കാഴ്ചപ്പാടും കാര്യങ്ങളാണ്.
അതൊക്കെ കൃത്യമായി സെമിനാറായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് പ്രസന്റ് ചെയ്യുക, ആശയങ്ങൾ പറയുക, എന്നിട്ട് അവസാനം അതിന്റെ താരതമ്യങ്ങൾ, ഒരാൾ കണ്ട ഇന്ത്യ എങ്ങനെയാണെന്നുള്ള ചർച്ചയൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് സാർ. ഗ്രേറ്റ്. ആ സാറ് പറഞ്ഞ എനിക്കൊരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു പോയിന്റ് പരാമർശിച്ച് മുമ്പോട്ട് പോവാം. ഈ നേരത്തെ പറഞ്ഞു തുടങ്ങിയതായിരുന്നു, പരീക്ഷ എന്തിനാണ്? പരീക്ഷ കുട്ടിയെ തിരിച്ചറിയാനാണ്, രക്ഷിതാവിനെ കുട്ടിയെ തിരിച്ചറിയാനാണ്, അധ്യാപകൻ എങ്ങനെയാണ് ഈ പരീക്ഷ അല്ലെങ്കിൽ ഈ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഈ അഭ്യാസം എത്ര കണ്ട് ഫലപ്രദമായി എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ബട്ട് നമ്മൾ സാധാരണ സംഭവിക്കുക, നമ്മുടെ പരീക്ഷ കഴിഞ്ഞു, സ്കൂൾ അടച്ചു, വലിയ പരീക്ഷയാണെങ്കിൽ പബ്ലിക് എക്സാം കഴിഞ്ഞു, 2-ാം തീയതി നമ്മളെല്ലാവരും പേപ്പർ നോക്കാൻ പോകും. അവിടെ ചെല്ലുമ്പം കുറച്ച് നമ്മൾ കൂടിയിരുന്നിട്ട് എന്ത് സംഭവിക്കും, ഒരു സ്കീം ഓഫ് വാലുവേഷൻ ഉണ്ടാക്കും. അത് വെച്ചിട്ട് മാർക്കിട്ട് തുടങ്ങുമ്പോൾ ഇത് ആരാണ് ഈ പേപ്പറിൽ എഴുതിയ കഥാപാത്രം നമുക്കറിയില്ല, അയാൾ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയില്ല, അയാൾ ഏത് ജില്ലക്കാരനാണെന്ന് പോലും നമുക്ക് ചിലപ്പോൾ അറിയില്ല. ഡബിൾ വാലുവേഷൻ വരെ പോകും ചിലപ്പോൾ ചില കേസുകളിൽ. കഴിഞ്ഞ് ആ സമയത്തൊക്കെ ഈ കുട്ടി ഇങ്ങനെ തരാപ്പറ അടപ്പുണ്ട് നാട്ടിൽ കൂടി, പരീക്ഷയൊക്കെ എഴുതി സമാധാനമായിട്ട് നടക്കുന്നുണ്ട്. ചിലരപ്പോൾ ആ സമയത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ പോയി കളയും, അതിലും വലിയ ഭീകരത. അത് കഴിഞ്ഞു ചിലർ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി കളയാം. അങ്ങനെ ചില കഥാപാത്രങ്ങളൊക്കെ പോവും. ചില ആൾക്കാർ ഒന്നും പോവില്ല, ഫുട്ബോൾ കളിക്കാൻ പോവും, ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പോവും. ഞാനൊക്കെ അങ്ങനെ പോയ ആൾക്കാരാണ്. ഏതായാലും അത് കഴിഞ്ഞ് ഒരു 1.5 മാസം കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് വരും. അപ്പം നിങ്ങൾക്ക് 78, 79, 83. ആ സമയത്തേക്ക് നമുക്ക് ഒരു കാര്യം ഉറപ്പായി, എന്തെല്ലാം നമ്മൾ പരീക്ഷയ്ക്ക് എഴുതി 6 പേപ്പറിൽ വി ഹാവ് ഗോട്ട് ഓൾമോസ്റ്റ് ഒരു 200 ചോദ്യത്തിന് ഉത്തരം എഴുതിയിട്ടുണ്ട് ഈ കുട്ടി. ഏതൊക്കെ ചോദ്യം, അതിന് എത്ര മാർക്ക് കിട്ടി, അല്ലെങ്കിൽ അതിന് എന്തായിരുന്നു ആ ചോദ്യത്തിൽ എനിക്കുണ്ടായ തകരാറ്, ഏത് ചോദ്യത്തിന് എത്ര മാർക്ക്, ഏത് ചോദ്യം ഞാൻ എഴുതി. ഒരു പരീക്ഷ കഴിഞ്ഞ് ഒരു 25 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ ഒരു കുട്ടിയോട് ചോദിക്കുക, ഒരു 10 ചോദ്യം പറയാവോ, നിങ്ങൾ എഴുതിയതല്ലേ പരീക്ഷ, നിങ്ങൾക്ക് അനുഭവപ്പെട്ട പരീക്ഷയല്ലേ, യു വെന്റ് ത്രൂ ദി എക്സ്പീരിയൻസ് ഓഫ് റൈറ്റിംഗ് ദ എക്സാമിനേഷൻ, എന്നാൽ പറയൂ, നിങ്ങളൊരു 10 ചോദ്യം പറയാൻ പറഞ്ഞാൽ ഏതെങ്കിലും കൊച്ചു പറയൂ? പറയാൻ പറ്റില്ല. ഇറ്റ്സ് സച്ച് എ മെക്കാനിക്കൽ എക്സസൈസ് അല്ലേ പരീക്ഷ എഴുതുന്ന. ജീവിതത്തിലൊരു പരീക്ഷ ഉണ്ടായിട്ടുണ്ട്. ആ പരീക്ഷ നിങ്ങൾ എങ്ങനെ അതിജീവിച്ചു എന്നെല്ലാം ചോദ്യങ്ങൾ മുമ്പോട്ട് വന്ന് ചോദിച്ചാൽ നിങ്ങൾ കിളി പോലെ ഉത്തരം പറയും. Unfortunately, the examination you have written so gracefully in your life, you don't remember the questions. പിന്നെ അതിന് മാർക്ക് കിട്ടിയിട്ട് എന്ത് കാര്യം? ഇനി ആ മാർക്ക് കിട്ടി, 100-ൽ 100 കിട്ടി, അല്ലെ 100-ൽ 98 കിട്ടി, ഇനി ഏതുകൂടെ എഴുതിയാൽ ഈ 2 കൂടെ കിട്ടുമായിരുന്നു? നോബഡി നോസ്. എന്തായിരുന്നു വേണ്ടിയിരുന്നത്? എക്സാമിനേഷൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് യു കുഡ് ഹാവ് ഗിവൺ എ ഫീഡ്ബാക്ക് അല്ലേ? എവിടെയാ തകരാറെന്ന് ആ കുട്ടിക്ക് തിരിച്ചറിയണ്ടേ? ഹൂ വിൽ ഗീവ് ദ ഫീഡ്ബാക്ക് ഇൻ എക്സാമിനേഷൻ? ലോകത്തിലുള്ള ഏത് പരീക്ഷയ്ക്കും യു ഗെറ്റ് ദ ഫീഡ്ബാക്ക് ദെൻ ആൻഡ് ദെയർ. നിങ്ങളൊരു അബദ്ധം കാണിച്ചാൽ പാടത്ത് പണി വരമ്പത്ത് കൂലി, ലോകത്ത് ബാക്കി എല്ലായിടത്തും. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ദ എക്സാമിനേഷൻ യു ഡോണ്ട് ഗെറ്റ് എ ഫീഡ്ബാക്ക് അറ്റ് ഓൾ. ഇതാണ് പരീക്ഷയുടെ അവസ്ഥ. ഞാനിനി എൻ്റെ ഇന്നോവേഷനെ കുറിച്ച്, ഇന്നോവേഷനൊന്നും അല്ല, ചില ഫോഴ്സിബിൾ ആയിട്ടുള്ള ചില സിറ്റുവേഷൻസിൽ വി ഹാവ് ടു റിസോർട്ട് ടു ബി ഇന്നോവേറ്റീവ്. 2007 ഞാനിപ്പോൾ ഹെഡ് മാസ്റ്ററായിട്ട് ഏകദേശം 23 വർഷമായി. ഇങ്ങനെ 2000-ലാണ് ഹെഡ് മാസ്റ്റർ ആയിരുന്നു എൻ്റെ ഓർമ്മ. അതെ, 2000. അറ്റ് ദാറ്റ് ടൈം എനിക്ക് ഓർമ്മയുള്ളത് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ വരുന്ന കാലം. അന്നൊരു കമ്പ്യൂട്ടർ കാണണമെങ്കിൽ ഇവിടെ ഏറ്റവും അടുത്ത് കമ്പ്യൂട്ടർ ഉള്ളത് കോതമംഗലം MA കോളേജിലാണ്. ഒരു വലിയ മുറിക്കകത്ത് ഒരു വലിയ സംവിധാനം കൊണ്ട് വച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ. ഇൻ 1999 ഞാനത് കാണാൻ വേണ്ടി MA കോളേജ് ഞെട്ടിപ്പോയി. കമ്പ്യൂട്ടർ, ഇതെന്ത് സാധനമാണിത്? അതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടേഴ്സ് എല്ലാം വിനോ ദേവേർ ഡോസ് കമ്പ്യൂട്ടേഴ്സ് അല്ലേ? നിങ്ങൾ മറ്റേ എൻറ്റർ, സെമിക്കോളൻ, കോമ, കുത്ത്, ഈ കളിയായിരുന്നല്ലോ പണ്ട്. അത് കഴിഞ്ഞിട്ടാണ് വിൻഡോസ് 98 വരുന്നത്. ദെൻ ദ കമ്പ്യൂട്ടർ ബിക്കെയിം പ്രിറ്റി സ്മോൾ. ഞാൻ എൻ്റെ സ്കൂളിലുള്ള അധ്യാപകരായിരുന്ന 5 പേരാണുള്ളത്. വി ബോട്ട് എ കമ്പ്യൂട്ടർ. സ്റ്റാർട്ടഡ്
ലേണിംഗ് കമ്പ്യൂട്ടർ ആൻഡ് ആൾക്കാരൊക്കെ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ സ്കൂൾ ഓപ്പൺ ആക്കി കൊടുത്തു. ആൾക്കാരൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ വന്നു. സ്കൂളിൽ കുട്ടികളെ കുറവായിരുന്നു. കമ്പ്യൂട്ടർ വന്നു പഠിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നപ്പം ഈ സ്കൂളിൽ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്, നാട്ടുകാർക്ക് വേണ്ടി വേണമെങ്കിൽ ഇതൊക്കെ പഠിപ്പിക്കും എന്നൊക്കെ ആയിട്ട് ആൾക്കാർ വന്ന് കമ്പ്യൂട്ടറൊക്കെ പഠിക്കുന്നു. വി ഗോട്ട് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻക്രീസിങ് ഡേ ബൈ ഡേ. 2007 ആയപ്പോഴേക്കും വി ഹാഡ് ഓൾമോസ്റ്റ് 156 സ്റ്റുഡൻസ് ഇൻ ദ സ്കൂൾ. 156 പേരുണ്ടായിരുന്നു. 2007 ആയപ്പോൾ എനിക്ക് ഒരു എന്താ പറയുക, എന്താ ജീവിതത്തിൽ ഓരോ വഴിത്തിരിവെന്ന് പറഞ്ഞതുപോലെ എന്നോട് ആരാണ്ട് പറഞ്ഞു, ഹെഡ് മാസ്റ്റർ ആയില്ലേ, ഇനി നിനക്ക് ജീവിതത്തിലൊന്നും ആകാൻ പറ്റില്ല. മാത്രമല്ല ഞാൻ വിചാരിച്ചിരുന്നത് മറ്റേ വടി കൊണ്ട് വന്ന ആ ടീച്ചർ ഉണ്ടല്ലോ നേരത്തെ, ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് ഓഫ് ലൈഫിൽ ആ ടീച്ചർ ഇങ്ങനെ വരുമ്പോൾ എല്ലാ അധ്യാപകരും വിറച്ച് എഴുന്നേറ്റ് നിൽക്കുകയും വിറയ്ക്കുകയും ആ ടീച്ചറിൻ്റെ ഈ ഏറ്റവും വലിയ അധികാര കേന്ദ്രമാണെന്ന് ഞാൻ ധരിക്കുകയും ബീങ് എ ഹെഡ് മാസ്റ്റർ ഈസ് ദ ബിഗ്ഗസ്റ്റ് തിങ് യു ക്യാൻ ഹാവ് ഇൻ ലൈഫ് എന്ന് വിചാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു കാലത്താണ് ഞാൻ ഹെഡ് മാസ്റ്റർ ആവുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഐ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദിസ് ഈസ് ദ ലൈഫ് വേർ എവറിത്തിങ് ഈസ് ഇൻ ഡിസറി. കുടുംബമില്ല, സ്കൂള് തന്നെ ഒരു എല്ലാ സ്ഥലത്തും ചലഞ്ചുകൾ മുമ്പോട്ട് വയ്ക്കും. You have got children who are really mischievous, parents who are non-cooperative, public who always criticize you in whatever you do. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചലഞ്ചുള്ള ഒരു പണിയാണെന്ന് തിരിച്ചറിഞ്ഞൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ 2007 ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് തോന്നി എൻ്റെ ജീവിതം തീർന്നു. ഇനി ഹെഡ് മാസ്റ്റർ ആയിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ദിസ് ഈസ് ദ തിങ് വാട്ട് ഐ ആം ഗോയിങ് ടു ഹാവ് ഫോർ എവർ ഇൻ ലൈഫ്. ആയുസത്താ ചാവത്തുള്ളൂ എന്നൊക്കെ ആൾക്കാർ എന്നെ ഉപദേശിച്ചു. അപ്പം എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഞാൻ ഇന്ത്യക്ക് വെളിയിലേക്ക് യാത്ര ചെയ്തൊരു വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൽ ജോലി ഇട്ടിട്ട് ഞാൻ അവിടെ പോയി കുറച്ച് കാശൊക്കെ കിട്ടി. എനിക്ക് എൻ്റെ സാമ്പത്തികമായിട്ടൊക്കെ വലിയ കഷ്ടപ്പാടിലായിരുന്നു ആ സമയത്ത്. ഏതായാലും അവിടെ പോയി കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു. അപ്പോൾ ഇനി എനിക്ക് പോകാനുള്ളത് സൗത്ത് ആഫ്രിക്കയിലേക്കാണ് അടുത്ത അസൈൻമെൻറ്റ്. ഐ വാസ് ഇൻ എറിട്രിയ എന്ന സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് ഇനി പോകേണ്ടത് എനിക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് പോകണം. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി ശമ്പളം, കുറച്ചും കൂടി സൗകര്യങ്ങൾ, കരിക്കുലം ഡെവലപ്മെൻ്റ് ആണ് ജോലി. അതും നമ്മൾ പരിചയപ്പെടുന്നതൊക്കെ ആൾക്കാർ ഒക്കെ ലോകത്തിൻ്റെ ജർമ്മനി, ഫ്രാൻസ്, ശ്രീലങ്ക അവിടെയൊക്കെയാണ് ഈ കരിക്കുലം എക്സ്പേർട്സ് ഉള്ളത്. അവരെയൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ ഒക്കെ സമയം, ജീവിതം ഭയങ്കര രസകരം. യു നീഡ് ടു സ്റ്റാർട്ട് വർക്ക് ഓൺലി അറ്റ് 7 o'clock in the morning and you end up the things by around 8:30 in the morning itself. ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേ നിങ്ങൾ തിരിച്ച് റൂമിൽ വന്നു ചുമ്മാ കിടന്ന് ഉറങ്ങുക. നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ്. സോ നിങ്ങൾക്ക് സുഖാസുഖം ജീവിതം. സൗത്ത് ആഫ്രിക്കയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ മേ ബി യു മേ ഹാവ് ടു വർക്ക് ഫോർ 2 hours a day or 3 hours a day, but still life would be more beautiful എന്നൊക്കെ വിചാരിച്ച് തിരിച്ച് നാട്ടിൽ വന്നപ്പം സ്കൂളിലേക്ക് വന്നു. ലീവ് എക്സ്റ്റെൻഡ് ചെയ്യണം ഒരു 5 വർഷം കൂടി. 5 വർഷം കഴിഞ്ഞിപ്പം അവിടെ ചെന്ന് മാനേജർ പറഞ്ഞു, മാനേജർ എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി സ്കൂളാണ്. സോ ഇവിടെ ഇങ്ങനെ മാനേജറിനോട് പറഞ്ഞു, കുഴപ്പമില്ല, പോണതിന് കുഴപ്പമില്ല, 5 വർഷം ലീവൊക്കെ ഇനിയും തരാം, പക്ഷേ ഒരു പ്രോബ്ലം, വെൻ യു കം ബാക്ക് ആഫ്റ്റർ 5 years ദർ വിൽ നോട്ട് ബി ദി സ്കൂൾ. ഈ സ്കൂൾ ഇവിടെ ഉണ്ടാവില്ല. കാരണം 159 കുട്ടികൾ ഉണ്ടായിരുന്ന സ്കൂളിൽ ഇപ്പോൾ 33 കുട്ടികളാണുള്ളത്. 5 വർഷം കൊണ്ട് അതിങ്ങനെ എണ്ണം കുറഞ്ഞ് വന്ന് 33 അപ്പോൾ പോയ വർഷം 2007 കഴിഞ്ഞ് 2008 സ്കൂൾ തുറക്കുമ്പോഴേക്കും, 2007 തന്നെ ജൂണിൽ തുറക്കുമ്പോഴേക്കും ഇറ്റ് വാസ് ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ. 2009 ആയപ്പോഴേക്കും അതിൻ്റെ ഗ്രാഫ് കണ്ട് ഞാൻ ആകെ ഞെട്ടി. ഈ പോക്ക് പോയാൽ 3 വർഷം കൊണ്ട് 33 കൂടെ തീർന്ന് 1ാം ക്ലാസ്സിൽ ഇരിപ്പുണ്ട് 5 കുട്ടികൾ. So I understood that we have got only 5 children, who are going to come for the admission for the next year. എന്തേലും ആട്ടെ, ഇനി മുമ്പോട്ട് പോകാനില്ല, ഇവിടെ തന്നെ കൂടാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൂടി. അപ്പോൾ നോക്കുമ്പോഴേക്കും തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഭാര്യ, കുട്ടി ഇവരെയൊന്നും വേണ്ടത്ര പരിഗണിക്കാനോ ആ കുട്ടിയുടെ പഠനം ആസ്വദിക്കാനോ അല്ലെങ്കിൽ ആ കുട്ടി വളരുന്നത് കാണാനോ ഒന്നും പറ്റിയില്ലല്ലോ. എന്നതിന് ഇവിടെ കൂടിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് വരുന്നത് മാർച്ച് 22 തിരിച്ച് ജോയിൻ ചെയ്തു. മാർച്ച് 30 ഇപ്പം എൻ്റെ സ്കൂളിലെ എൻ്റെ പഴയ സഹപ്രവർത്തകർ എന്നോട് പറഞ്ഞു, നമുക്ക് പിള്ളേരെ പിടിക്കാൻ പോകണം. സാറ് വന്നല്ലോ,
നമുക്കിനി പിള്ളേരെ പിടിക്കാൻ പോയേക്കാം. അപ്പം ഞാൻ പറഞ്ഞു പിള്ളേരെ പിടിക്കാൻ പോകാൻ പറ്റില്ല. അതിന് കാരണം എൻ്റെ അച്ഛനും അമ്മയും ടീച്ചർമാരായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു മാത്തമാറ്റിക്സ് ടീച്ചറായിരുന്നു. നിങ്ങൾക്കറിയാം മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹൈസ്കൂളിലെ മാത്തമാറ്റിക്സ് ടീച്ചർ മീൻസ് അയാൾ ഈ ഹെഡ് മാസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മാത്തമാറ്റിക്സ് ടീച്ചറാണല്ലോ. അയാളുടെ പോസ്റ്റ് ആണെങ്കിൽ ഇന്നും പോകത്തില്ല. ഒരാളെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ ആ മാത്സ് ടീച്ചർ നിൽക്കും. എൻ്റെ അമ്മ ഒരു ഫിസിക്കൽ സയൻസ് ടീച്ചർ, കെമിസ്ട്രി ടീച്ചറായിരുന്നു. അവരുടെ പോസ്റ്റും അങ്ങനെ പെട്ടെന്ന് പോകത്തില്ല. ബട്ട് സ്റ്റിൽ എൻ്റെ നാട്ടിൽ നിന്നും ഏകദേശം ഒരു 8-9 കിലോമീറ്റർ ദൂരെയാണ് എൻ്റെ അച്ഛനും അമ്മയും പഠിപ്പിച്ച സ്കൂൾ. ഒരു സ്കൂളിൽ തന്നെ അവർ പഠിപ്പിച്ചിരുന്നത്. ഈ നാട്ടിലുള്ള ചെറുപ്പക്കാരെല്ലാം പഠിച്ചിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്കൂളിലാണ്. ആ സ്കൂളിൻ്റെ കേമത്വം കൊണ്ടല്ല. ഈ അച്ഛൻ സ്കൂട്ടറെ കയറ്റി ഈ കുട്ടികളെല്ലാം ഇവിടുന്ന് ആ സ്കൂളിൽ കൊണ്ട് പഠിപ്പിക്കും. അവിടെ ടീച്ചർമാരുടെ പോസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ആ സ്കൂളിലേക്ക് പഠിച്ച ആൾക്കാരാണ് ഈ നാട്ടിലല്ല. ഇപ്പോഴും ഇദ്ദേഹത്തിന് വയസ്സ് 85 കഴിഞ്ഞു. ഇപ്പോഴും ചില ആൾക്കാർ വന്നിട്ട് പറയും, സാറേ മോളുടെ കല്യാണമാണ്, മോളുടെ കല്യാണമാണ്. അപ്പോൾ സാറെന്തേലും അപ്പം എനിക്ക് മനസ്സിലായി ഈ മോളുടെ കല്യാണം പോലും നടത്തി കൊടുക്കേണ്ട ചുമതലയുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അത് പുള്ളി ഇവിടുന്ന് കൊണ്ടുപോയതല്ലേ അന്ന് പോസ്റ്റ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ പിടിച്ച് ഇവിടുന്ന് സ്കൂട്ടറെ കയറ്റി ആ സ്കൂളിൽ കൊണ്ടുപോയി അതിൻ്റെ ആ പാപത്തിൻ്റെ ഫലമാണ് എന്ത് മോളുടെ കല്യാണത്തിന് ഉള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്. അത് അവകാശമാണ് ആ കുട്ടിയുടെ. അന്ന് ഇവിടുന്ന് പോയ കുട്ടിയുടെ അവകാശം. അങ്ങനെ എത്രയോ പേരുടെ പ്രസവം, എത്രയോ പേരുടെ വിവാഹം ഒക്കെ നടത്തി കൊടുക്കുന്നത് ആ സ്കൂട്ടറിൽ ഒരു തവണ കയറാൻ കൊതിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങേർക്ക് ആ സ്കൂട്ടറിൽ എന്നെ കയറ്റാൻ സമയമില്ല, സ്ഥലമില്ല. നാട്ടിലുള്ള പിള്ളേർക്കൊക്കെ പോകാൻ സ്ഥലമുണ്ട്. അപ്പം അത്രയേറെ ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്തായാലും സ്കൂളിലേക്ക് പിള്ളേരെ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീട്ടിൽ ഉള്ളവർക്ക് പറയും അങ്ങനെ കൊണ്ട് വലിയ കഥയൊന്നുമില്ല, രാവിലെ സ്കൂളിൽ പോയി എപ്പോഴും വീട്ടിൽ വരും എന്ന് പറയണ ഇങ്ങേർക്ക് ഈ ചീത്തപ്പേര് ആ വഴിക്ക് ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ പിടിക്കാൻ പോവുകയില്ല എന്ന് പറഞ്ഞു. ജീവിതത്തിലെ ആദ്യത്തെ ഇന്നോവേഷൻ പുറത്തെടുത്തു. അവിടെ ഒരു ബോർഡ് വെച്ചു, നിവൃത്തികേട് കൊണ്ടാ ഈ സ്കൂളിൽ അടുത്ത വർഷം 5 കുട്ടികൾക്ക് അഡ്മിഷനുള്ളൂ. 5 കുട്ടികൾക്ക് അഡ്മിഷനുള്ളൂ. നാട്ടുകാർ ചിരിച്ചു. ചിലർ പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്നിട്ടുണ്ടായിട്ട് ചെറിയ പിരിവ് പോയ മനുഷ്യനാണ്, അത് എന്തായാലും ഇവിടെ മിക്കവാറും എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും. ചിലർ പറഞ്ഞ് പുള്ളിക്ക് വട്ടാന്ന് തോന്നുന്നു പോയിട്ട് വന്നപ്പോഴേക്കും. അല്ല, ഏതെങ്കിലും സ്കൂളിൽ 5 കുട്ടികളെ ചേർക്കുള്ളൂ എന്ന് പറയുമോ? 1-ാം ക്ലാസ്സിൽ അഡ്മിഷൻ ആരംഭിച്ചു. മെയ് മാസം 15-ാം തീയതി ഒക്കെ ആയപ്പോഴേക്കും 3 കുട്ടികൾ ഇവിടുന്ന് വന്നു. ജീവിക്കാൻ പോലും വശമില്ലാത്ത, വകയില്ലാത്ത, അക്ഷരാഭ്യാസം അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത 3 പിള്ളേർ വന്നു. അപ്പം ടീച്ചർമാരൊക്കെ മുഖം വീർപ്പിച്ചു, ഇയാളെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ വന്നേക്കണം, ഇയാൾക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടായി ചിലപ്പം എന്നൊക്കെ അവരടക്കം പറയണതൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് എല്ലാവരും ആത്മബന്ധമുള്ളത് കാരണം എന്നെ ആൾക്കാർ കൈ വെച്ചില്ല, ഇടി വെച്ച് തന്നില്ല. ഏതായാലും 3 പേര് വന്നു, 4 പേര് വന്നു. ജൂൺ അങ്ങ് അടുത്തു, പ്രവേശനോത്സവം എന്നൊക്കെ പറഞ്ഞ് ആയപ്പോഴേക്കും 5 പേര് വന്നു. ജൂൺ 1-ാം തീയതി രാവിലെ സ്കൂൾ തുറക്കുന്ന സമയത്ത് 6-ാമത്തെ ആൾ വന്നു. ഞാൻ പറഞ്ഞു, ചേട്ടാ അഡ്മിഷൻ ക്ലോസ് ചെയ്തു ഇന്നലെ, വി ഡോണ്ട് ഹാവ് എ സീറ്റ് ഹിയർ, 5 പേരേ ഉള്ളൂ അഡ്മിഷൻ. അയാൾ നേരെ താഴെ ഒരു ഓട്ടോ സ്റ്റാൻഡിൽ പോയിട്ട് പറഞ്ഞു, അവിടെ 5 പേരെ ചേർക്കുള്ളൂ എന്ന് പറഞ്ഞാൽ സാറിന് എന്തോ പ്രശ്നമുണ്ട്, നാട്ടുകാർ ഇടപെട്ട കൊള്ളാം, അല്ലെ സ്കൂൾ ഇയാൾ പൂട്ടും. ഓട്ടോറിക്ഷക്കാർ അതിനിടയ്ക്ക് പറഞ്ഞു, അയാൾ ഞങ്ങൾക്ക് നേരത്തെ അറിയാം, പുള്ളി എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടാവും, അല്ലാതെ അങ്ങനെ പറയില്ല, എന്തായാലും ചേട്ടൻ വിട്ടോ എന്ന് പറഞ്ഞു. അയാൾ നേരെ പോയത് തൊടുപുഴ MLA ആയിരുന്ന പി ജെ ജോസഫിന്റെ അടുത്തേക്ക്. പി ജെ ജോസഫിന്റെ ഒരു ചരിത്രം നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ആ പുള്ളിക്ക് കുറെ നാളത്തെ വർത്താനൊന്നും പറയില്ലായിരുന്നു. ഈ പി ജെ ജോസഫ് ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന ഒരു കാലം. ഈ തൊടുപുഴ എന്നുള്ള കല്യാണിക്ക സ്കൂളിലെ സാറിനൊക്കെ ഒരു പക്ഷേ ഈ കാലം ഓർമ്മയുണ്ടാവും. തൊടുപുഴ MLA മിണ്ടില്ല. ഏതായാലും ഒരാള് രാവിലെ 10:30 മണിയോട് കൂടി MLA ഓഫീസിലേക്ക് ചെല്ലുന്നു. തൊടുപുഴ ടൗണിലുള്ള MLA ഓഫീസിൽ ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഒരു അഡ്മിഷൻ വേണം. MLA പി ജോസഫ് അവിടെ ഇരിപ്പുണ്ട്, ഇങ്ങനെ കസേരയിൽ, ചിരിക്കില്ല, മിണ്ടില്ല. അപ്പോൾ PA ആയിട്ട് ആള് ചോദിച്ചു, ഏത് കോളേജിലേക്കാണ് അഡ്മിഷൻ? ഇന്ദംല കോളേജിൽ വേണോ, ന്യൂമാൻ കോളേജാണോ, അതോ ഇനി കോതമംഗലം മാർ അത്നേഷ്യസ് കോളേജാണോ, സെന്റ് തോമസ് കോളേജ് പാലായാണോ, എവിടെയാണ്? അല്ല, അവിടെ ഒന്നും വേണ്ട, സ്കൂളിലേക്കാണ്.
+2 റിസൾട്ട് ഒന്നും വന്നില്ലല്ലോ, അതിനു മുമ്പ് എന്താണ്? അല്ല, 1ാം ക്ലാസ്സിലേക്കാണ്. PG ജോസഫ് ഒറ്റ ചിരിച്ചു. 1ാം ക്ലാസ്സിലേക്ക് അഡ്മിഷന് റെക്കമെൻഡേഷന് വേണ്ടി ഒരാൾ വന്നേക്കണം. ഏതായാലും അവരൊരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു. ഞാൻ ആ കുട്ടിയെ എൻ്റെ സ്കൂളിൽ ചേർത്തു. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ, ഒന്നെങ്കിൽ ഒന്ന് പോരട്ടെ. പക്ഷെ നമ്മുടെ ജാട കൈവിടില്ല, അവിടെ ചേർത്തു. നമ്മൾ അതിനു മുമ്പ് തന്നെ പറഞ്ഞു, ഇത് സ്മാർട്ട് 5 ആണ് നമ്മുടെ സ്കൂളിൽ ഈ വർഷം എന്ന് പറഞ്ഞായിരുന്നു. സ്മാർട്ട് 5, വി കോൾ ദം സ്മാർട്ട് 5. അങ്ങനെ 5 പിള്ളേരെ +1 6, പേര് സ്മാർട്ട് 5 എന്ന് തന്നെയാണ് ഇട്ടിരുന്നത്. ഏതായാലും അവിടുന്ന് കളി ആരംഭിച്ചു. സ്മാർട്ടാക്കണ്ടേ? അന്ന് ഇവിടെ സ്മാർട്ട് സ്കൂൾ എന്നുള്ള സങ്കല്പം നമ്മുടെ നാട്ടിലില്ല. 2011-12 നമ്മുടെ നാട്ടിൽ സ്മാർട്ട് സ്കൂൾ എന്നൊന്നും ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. സ്മാർട്ട് ബോർഡും ഇല്ല, വൈറ്റ് ബോർഡും ഇല്ല. ചില സ്ഥലത്തെങ്കിലും ഗ്രീൻ ബോർഡ് ഉണ്ടാവും പരമാവധി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അവസാനം സ്കൂളിൽ ഇന്ററാക്റ്റീവ് ബോർഡ് കൊണ്ടുവന്നു. കുറെ കാശൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, സത്യം ആണ്, കുറെ കാശൊക്കെ പോയി. ഇന്ററാക്റ്റീവ് ബോർഡ് കൊണ്ടുവന്നു, സ്കൂൾ ടൈൽസ് ഇട്ടു, സ്കൂളിലെ മേൽക്കൂര എടുത്ത് കളഞ്ഞ് വേറെ മേൽക്കൂര സ്ഥാപിച്ചു. നാട്ടുകാരെയൊക്കെ വിളിച്ചു കൂട്ടി, പിള്ളേരെ കൊണ്ടുവന്നു. പഴയ പിള്ളേർ, നമ്മൾ പഠിപ്പിച്ച പിള്ളേരൊക്കെ അപ്പോഴത്തേക്കും കുറച്ച് പ്രായം പക്വതയായി, ചേട്ടൊക്കെ ജോലി കിട്ടി, അവരൊക്കെ പൈസ തന്നു. അല്ലാതെ കുറെ പൈസ കയ്യിൽ നിന്ന് എടുത്തു. ഭാര്യ കേൾക്കാൻ്റെ പയ്യെ പറയാം, കുറെ കാശ് കളഞ്ഞു. ഏതായാലും കാശൊക്കെ മുടക്കിയിട്ടാണെങ്കിലും പള്ളിക്കൂടമൊക്കെ രക്ഷയായി. സ്മാർട്ട് 5 വന്നു. അപ്പൊ സ്മാർട്ട് സ്കൂളായില്ലേ. എല്ലാ ക്ലാസ്സിലും ഇന്ററാക്റ്റീവ് ബോർഡ് വന്നു. എല്ലാ ക്ലാസ്സിലും ഡിജിറ്റൽ ലേണിംഗ് മോഡ്യൂൾസ് ഉണ്ടാക്കി. അതൊക്കെ നമ്മൾ കുത്തിയിരുന്ന് ഉണ്ടാക്കി കൊടുത്തു എല്ലാവർക്കും. ഇങ്ങനെ ഒക്കെ പഠിപ്പിക്കാം, ഡിജിറ്റൽ ലേണിംഗ് മോഡ്യൂൾസ്. അപ്പോഴേ ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരെ എന്നെ സഹായിക്കാനെത്തി. അവരൊക്കെ എനിക്ക് പല ഇൻപുട്സ് തന്നു. പഴയ ആൾക്കാരൊക്കെ എനിക്ക് പരിചയമുണ്ടല്ലോ. സോ വിത്ത് ദെയർ ഇൻപുട്സ് വി മെയ്ഡ് ഡിജിറ്റൽ ലേണിംഗ് മോഡ്യൂൾസ് ഉണ്ടാക്കി. ഒരു വർഷം കഴിഞ്ഞു, സ്കൂളിൽ പറഞ്ഞു, വി ആർ ഗോയിങ് ടു ഹാവ് സ്മാർട്ട് 10 ദിസ് ഇയർ. ഈ വർഷം സ്മാർട്ട് 10 പിടിക്കും. സ്മാർട്ട് 10 വരാൻ വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ 10 കുട്ടികൾ ചേർന്നു. ഇനി അഡ്മിഷൻ ക്ലോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറച്ച് ജാടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അടുത്ത വർഷം ആയപ്പോഴേക്കും എനിക്ക് ഒരു കാര്യം മനസ്സിലായി, സ്കൂള് സ്മാർട്ടായിട്ടുണ്ട്, കുട്ടികൾ സ്മാർട്ട് 5 സ്മാർട്ട് 10 എന്നൊക്കെ പറയുന്നുണ്ട്, ബട്ട് ദേ ആർ നോട്ട് സ്മാർട്ട്. ബിക്കോസ് ദ ലേണിംഗ് കുറേയൊക്കെ സ്മാർട്ടായിട്ട് ഡിജിറ്റൽ ലേണിംഗ് മോഡ്യൂൾസ് ഒക്കെ വന്നില്ലേ. സോ ലേണിംഗ് ഹാസ് ബിക്കം സ്മാർട്ട്, ബട്ട് അവർ എക്സാമിനേഷൻ ഈസ് നോട്ട് സ്മാർട്ട്. നേരത്തെ പറഞ്ഞ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? പരീക്ഷ കഴിയും, ഓണപ്പരീക്ഷ, 10 ദിവസം അവധി, വരുമ്പോൾ ചോദ്യം ഏതാ ഉത്തരം ഏതാന്ന് കൊച്ചിന് ഒരു നിശ്ചയമില്ല. മാർക്ക് കൊടുക്കും. അപ്പോൾ 100-ൽ 100, 100-ൽ 80, അല്ലെങ്കിൽ A+, B+, C+, B-, A-, ബഹളമയം. Doesn't make any sense because it doesn't reflect the strength of the child, and we never know what exactly the child is expected to learn and what the child actually learns. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരു ബസ് മേടിച്ചു സ്കൂളിലെ പിള്ളേരെ കൊണ്ടുവരാൻ. ബസ്സിനകത്ത് വരാനുള്ള അത്ര പിള്ളേരൊന്നുമില്ല, ബട്ട് വി ബോട്ട് എ ബസ്. അപ്പോൾ മനസ്സിലായി ആ ബസ് എല്ലായിടത്തൂടെയും പോകില്ല. അതുകൊണ്ടൊരു ചെറിയ ബസ് കൂടെ മേടിച്ചു, ഒരു മഹീന്ദ്ര ചില്ലുകൊട്ടാരെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പണ്ട്. ആ ബസ്സിൽ ഡ്രൈവറില്ല. ഡ്രൈവറെ വയ്ക്കണമെങ്കിൽ 10 വർഷം സർവീസ് വേണം. 10 വർഷം ആർക്കെങ്കിലും സർവീസ് ഉണ്ടെങ്കിൽ അയാൾ ഈ പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അയാൾക്കൊരു 18 വയസ്സ് ലൈസൻസ് കിട്ടി. 28 വയസ്സാവുന്ന ആൾ ഈ സ്കൂൾ വണ്ടി ഓടിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. ആരെങ്കിലും ഈ പണിക്ക് വരുമോ? അല്ല, പിന്നെ റിട്ടയർ ആയ ആൾക്കാർ വേണം. കണ്ണും കാണില്ല ചിലവർക്ക്. ചിലർ മറ്റേ കുഞ്ചൻ നമ്പ്യാരുടെ കവിത പറയുന്ന പോലത്തെ കുറെ ആൾക്കാരെ വിളിച്ച് അത് പറ്റില്ല. ചില ആൾക്കാർ നാക്കെടുത്ത ചീത്ത വിളിക്കും പിള്ളേരെ, അവരെ വണ്ടി വിടാൻ പറ്റില്ല. അപ്പോൾ തന്നെ ഹെഡ് മാസ്റ്റർ ഉടനെ വണ്ടി ഓടിച്ചേക്കാം, നിവൃത്തികേട് കൊണ്ട, അല്ലാതെ ഹെഡ് മാസ്റ്റർ വണ്ടി ഓടിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. ഡ്രൈവറായി വണ്ടി ഓടിച്ചു ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏറ്റവും വലിയ ചലഞ്ച്. വണ്ടി കൊണ്ടു നിർത്തുമ്പം ഈ 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും പിള്ളേർ നിക്കർ ഇട്ടിട്ടുണ്ടാവില്ല. ഹെഡ് മാസ്റ്റർ പോയിട്ട് നിക്കർ ഇടിപ്പിക്കണം ചിലപ്പം. അപ്പം ഈ നിക്കർ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ ബെൽറ്റ് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പം ഈ അച്ഛൻ ചോദിക്കും, സാറേ ഇവൻ എങ്ങനെയുണ്ട് പഠിക്കാൻ? അപ്പം ഞാൻ പറയും, ഇവൻ ഭയങ്കര സംഭവമല്ലേ, മിടുക്കനല്ലേ, മിടുക്കനല്ലേ, ഇവനെങ്ങനെ ഇവന് ഭയങ്കര പുലിയാണ്. എല്ലാവരോടും ഞാൻ പറയും ഇവൻ പുലിയാന്ന്. എനിക്കറിയാമോ ഇവൻ എന്നാന്ന്. ഈ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ, ഒരധ്യാപകൻ മാത്രമല്ല ഞാൻ,
അത് തന്നെ ഞാനൊരു ഡിജിറ്റൽ ലേണിംഗ് മോഡിൽ വെച്ച് തകർത്തുകൊണ്ടിരിക്കുമല്ലേ. എനിക്ക് ഒരു റോളൊന്നുമില്ല അവിടെ. ഇൻഫാക്ട് ഐ ആം ജസ്റ്റ് സ്റ്റാൻഡിങ് ദർ ആസ് എ വിറ്റ്നസ്. കാര്യങ്ങളൊക്കെ ഡിജിറ്റലായിട്ട് ഓടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പം ഞാൻ 3-4 ദിവസം പറഞ്ഞു, നിങ്ങൾ പുലിയാണ്, നിങ്ങളുടെ കുട്ടി പുലിക്കുട്ടിയാണ്, വലിയ സംഭവമാണ്, മരണമാസമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് മനസ്സിൽ ഭയങ്കര പ്രയാസമായി. എത്ര ദിവസമാണ് മനുഷ്യരോട് നുണ പറയുക? ഒരു രാവിലെ നുണ പറയുന്ന, ഉച്ച കഴിഞ്ഞ് വൈകിട്ട് നുണ പറയും. അത് എന്നും പറയും, നാളെയും പറയും, നാളത്തെ കഴിഞ്ഞും പറയും. ഇങ്ങനെ നുണ പറയാൻ പറഞ്ഞാൽ നമുക്കൂടെ തന്നെ പുച്ഛം തോന്നി തുടങ്ങി. ഓടി വന്ന് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി മൈക്രോസോഫ്റ്റ് എക്സലിനെ ആശ്രയിച്ചു. ഓരോ കുട്ടിയും ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് എന്താണ് ഈ കുട്ടി ഇന്ന് ഇവിടെ നേടേണ്ടത്, എന്ത് സ്കില്ലാണ് നേടേണ്ടത്, എന്ത് കോൺസെപ്റ്റാണ് ഫോം ചെയ്യേണ്ടത് എന്നെനിക്ക് ടീച്ചർ ഒരു പേപ്പറിൽ എഴുതി തരും. അത് എഴുതി തരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. തിങ്ക് അബൌട്ട് എ സിറ്റുവേഷൻ ദാറ്റ് യു ആർ ഗോയിങ് ടു ടീച്ച് അഡീഷൻ ഓഫ് 2 digit numbers. പല സാധ്യതകളുണ്ടല്ലോ ഒരു ക്ലാസ്സിൽ 2 digit നമ്പേഴ്സിന് അഡീഷൻ പഠിപ്പിക്കുമ്പോൾ. സം ചിൽഡ്രൻ വിൽ ഡു 11 + 11 = 2. അത് കൂട്ടാൻ വേണ്ടിയിട്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്നും എഴുതും, പിന്നെ വേറെ ഒന്നും എഴുതും. അൺഫോർച്ചുനേറ്റ്ലി ഈസ് ട്രൈങ് ടു ആഡ് 1 digit നമ്പർ, അല്ലേ? 1 digit നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ 11 കൂട്ടി 22 എഴുതുക ഒരു പോസിബിലിറ്റിയാണ്. 2 digit നമ്പേഴ്സ് കൂട്ടാന്നുള്ള ഒരു പോസിബിലിറ്റിയാണ് അത്. അത് തന്നെ 11, 22 എഴുതുന്ന ജാതിയുണ്ട്. ചില ആൾക്കാർ 11, 11 കൂടെ കൂട്ടുമ്പോൾ 22 എഴുതി മാറ്റും. വേറൊരു പ്രശ്നമുണ്ട്, ചിലപ്പോൾ 19, 11 കൂട്ടുന്ന സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഒരു പ്രശ്നം, യു ഹാവ് ഗോട്ട് എ പ്രോബ്ലം at the unit place. When you add 9 and 1, you go to 10. And you have to write 0 there and take the carry. അത് ക്യാരി ഓവർ എടുത്ത് എന്ത് ചെയ്യണം? ഇങ്ങേപ്പുറം കൊണ്ട് 10th പ്ലേസിലിട്ട് കൂട്ടിയൊക്കെ കൊണ്ടുവരണം. 19 + 11 30 എന്ന് കിട്ടണമെങ്കിൽ യു നീഡ് ടു ഹാവ് എ ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ ഓപ്പറേഷൻ, ഒരു പുനഃക്രമീകരണം വേണം. അതും 2 അക്ക സംഖ്യകളുടെ സങ്കലനം തന്നെ. You think about a situation that you are going to add 92 + 93. ഇപ്പൊ നിങ്ങൾക്ക് 92 + 99, you got a problem at the unit place. At the same time, you got a problem at the 10th place. More challenge. നിങ്ങൾ ഇടമെല്ലാം 2 അക്ക സംഖ്യകളുടെ സങ്കലനം തന്നെയാണ്. ബട്ട് വി ഹാവ് ഗോട്ട് 3 ഡിഫറെന്റ് പോസിബിലിറ്റീസ്. അതിനിടയ്ക്ക് വേറൊരു കഥാപാത്രം 19 + 11 കൂട്ടിയപ്പോൾ എഴുതിയത് 1001 10 1010. അതെന്തിട്ടാണ്? Is there any significance for that answer? I understand that he knows exactly what is addition, but he does not know how to add when there is a challenge at the unit and the 10th place. ഇങ്ങനെ പോയിട്ട് 99 + 93 കൂട്ടി ചിലർ ശരിയായിട്ട് എഴുതി, ചിലർ തെറ്റിച്ച് എഴുതി. അതിനിടയ്ക്ക് വേറൊരു ബിരുദൻ, ഈ കച്ചവടമൊന്നും വേണ്ട പുള്ളിക്ക്, ഒരു സാറിനോട് ഒരു ചെറുക്കൻ പറഞ്ഞു, സാർ 1412 2412 കൂട്ടിക്ക്. ആ കൂട്ടാടാ. എങ്ങനെയാ കൂട്ടിയത്? ആദ്യം 2000 1000 കൂട്ടി, അല്ലേ? 3000. ഓക്കെ. 412 412 കൂട്ടി. അപ്പം 400 400 കൂട്ടി ഇങ്ങേപ്പുറം 800 എഴുതി. ഇപ്പം 3800. 12 12 കൂട്ടി 24, 3824. സാറിപ്പോൾ എങ്ങനെയാ കൂട്ടിയത്? സാറ് കൂട്ടിയത് ഇടത്തുനിന്ന് വലത്തോട്ടോ വലത്തുനിന്ന് ഇടത്തോട്ടോ? അത് ശരിയാണല്ലോ. ഞാൻ കൂട്ടിയത് ഇടത്തുനിന്ന് വലത്തോട്ടാണല്ലോ. അപ്പൊ സാറ് പഠിപ്പിക്കുന്നത് എങ്ങനെയാ? വലത്തുനിന്ന് ഇടത്തോട്ട് കൂട്ടാൻ. ഇതെന്നാ സാർ ജീവിതത്തിൽ സാറ് ചെയ്യണതൊക്കെ നാച്ചുറലായിട്ടും അൺനാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന സാറാണോ സാറ്? സാറെന്നാ സാറാണ് സാർ? പെട്ടു. അപ്പൊ 2 അക്ക സംഖ്യകളുടെ സങ്കലനത്തിൽ I had to go for another innovation, at least in the pedagogical practice. Again, വേറൊരുത്തൻ 93 99 കൂട്ടാൻ വേണ്ടിയിട്ട് ഈ പണിക്കൊന്നും പോവുകയില്ല. 100 കൂട്ടിയിട്ട് അവസാനം ഒരു 8 കുറയ്ക്കും. അപ്പോഴുള്ള അച്ഛനും അവനും അവരുടെ വീട്ടിലെല്ലാവരും മീൻകാരന്മാരാണ്. കണക്കൊന്നും അറിയില്ല, പക്ഷെ കണക്ക് തെറ്റില്ല. See, there is a possibility like that. ഇങ്ങനെയുള്ള പല പോസിബിലിറ്റി ഉള്ള ക്ലാസ്സുകൾ, മേ ബി 5 or 6 പോസിബിലിറ്റീസ് ആണല്ലോ ഉള്ളൂ ഒരു ക്ലാസ് റൂമിൽ സംഭവിക്കാൻ. 2 അക്ക സംഖ്യകളുടെ സങ്കലനമാണെങ്കിലും, ഈവൻ ഇഫ് യു ആർ ട്രൈങ് ടു ടീച്ച് ഹൗ ടു റൈറ്റ് എ ലെറ്റർ, സാധ്യതകൾ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ.
6-7 പോസിബിലിറ്റീസ്. യു ട്രൈ ടു പുട്ട് ദ ചിൽഡ്രൻ ഇൻ ടു 7 ഡിഫറെൻറ്റ് പോസിബിലിറ്റീസ് ആ ക്ലാസ് കഴിയുമ്പോൾ. അപ്പം ഞാൻ വൈകുന്നേരം പോകുമ്പോൾ വണ്ടിയെ പോകുമ്പോൾ, സാർ എൻ്റെ മോൻ ഇപ്പം എങ്ങനെയുണ്ട്? ഞാൻ പറയും, നിങ്ങളുടെ കുട്ടിക്ക് 2 അക്ക സംഖ്യകൾ കൂട്ടുമ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് ഒരു പ്രോബ്ലം ഉണ്ടായാൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് അവിടെ പുനഃക്രമീകരണം വേണ്ട സ്ഥലത്ത് അവന് ഒരു രക്ഷയില്ല, ശിഷ്ടം അവന് പിടിക്കില്ല. സോ വി നീഡ് ടു ഡു ഇറ്റ് ടുഗെദർ. നിങ്ങൾ ഇന്ന പോലെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. അപ്പോൾ ആ ചേട്ടൻ പറയും, അല്ല സാർ അവൻ അങ്ങോട്ട് ചെയ്താലോ? ഡെഫിനറ്റ്ലി ഗുഡ്. നമ്മൾ 2 കൂട്ടരും ഉടനെ തന്നെ കൺസെൻസസിലെത്തി. We started teaching the child in a different way, in the most natural setting. And above all, to all the parents, I had a definite answer. നിങ്ങളുടെ കുട്ടിക്ക് നല്ല ഒബ്സർവേഷൻ സ്കിൽ ഉണ്ട്. Because I was trying to teach the children in such a way that they go to scientific temperament. They have observation, comparison, classification, analysis, synthesis, application. ഈ സൈക്കിളിലൂടെ കടന്നു പോകുന്ന ക്ലാസ്സുകൾ മാത്രമായിട്ട് ഞാൻ എൻ്റെ സിലബസിനെ പരിമിതപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിപുലപ്പെടുത്തുകയോ ചെയ്തു. വാട്ട് ഹാപ്പൻഡ്? ഐ ഹാഡ് ഡെഫിനിറ്റ് ആൻസേഴ്സ് ടു ഈച്ച് ആൻഡ് എവറി പേരൻറ്റ് ഓൺ ദ റോഡ്. ഇപ്പം എനിക്ക് ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഓക്കെ ആയി. ദെൻ ഐ ഹാഡ് എ ചലഞ്ച്. ഫോർമേറ്റീവ് അസസ്മെൻ്റ് ഓക്കെയാണ്, പക്ഷേ യു ഹാവ് ഗോട്ട് എക്സാമിനേഷൻസ് വിച്ച് ആർ റിയലി അൺറിയലിസ്റ്റിക് വെൻ ഇറ്റ് കംസ് ടു ലൈഫ്. അപ്പം ഞാൻ ഒരു ഓൺലൈൻ മെക്കാനിസം വീണ്ടും ഉണ്ടാക്കി. ഈ പരീക്ഷ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ യു ഡോണ്ട് ഗെറ്റ് എനി മാർക്സ് അറ്റ് ഓൾ, വേറാസ് യു ഗെറ്റ് എ ഫീഡ്ബാക്ക്. നിങ്ങൾക്ക് ഇതുപോലെ ലാംഗ്വേജ്, റീഡിങ്, ലിസ്ണിങ്, സ്പീക്കിംഗ്, റൈറ്റിംഗ്, നേരത്തെ പറഞ്ഞ ഒബ്സർവേഷൻ, കമ്പാരിസൺ, ആ സാധനങ്ങൾ, ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്. ഡു യു ഹാവ് ക്രിയേറ്റിവിറ്റി? ഡു യു ഹാവ് കൊളാബറേറ്റീവ് സെൻസ്? ഡു യു ഹാവ് ഗോട്ട് ഡിജിറ്റൽ ലിറ്ററസി? Do you have got global awareness? Do you have got ഈ 21ാം നൂറ്റാണ്ടിൻ്റെ സ്കില്ലുകൾ നിങ്ങൾക്കുണ്ടോ? എത്ര കണ്ടുണ്ട് എന്ന് പരിശോധിക്കുന്ന പരീക്ഷകൾ നിരന്തരം ഓൺലൈനായിട്ട് നടത്തി. The children never wrote the examination at school. All of them started writing examination at home. It was in 2015. 2015-16 2019 കോവിഡ് വന്നു, എല്ലാ സ്കൂളും അടച്ചു. The most happy person on this planet was myself, because my children were very well versed in doing online mechanisms. Examination, classrooms, virtual classrooms were very much known to these children very much before the advent of COVID. അപ്പോൾ എന്ത് പറ്റി? Smart 5 became Smart 10. Smart 10 became Smart 15. Smart 15 became Smart 20. Now we are running Smart 90 in Standard 1. How? There is no innovation at all if there is no challenge. But if you are jumping into some sort of innovation, definitely there is innovation happening in every corner of the classroom, because there is a possibility in every corner of the classroom to be innovated. And every person, whether it be teacher or the child or the peon or the clerk or whoever it is, everybody become innovators if you have a culture of innovation in your school. And you never think like some other person in life, because you are an innovator. You have jumped into a culture of innovations, and that itself makes life so beautiful on this planet. Because once you start innovating, there is no look back. There is no look back, because every corner you are thinking of how to innovate this, how to innovate this. And you have got a lot of resources in school, including children from different capacities, from different strengths. You have got sculptors, you have got painters, you have got people who are having music. നിങ്ങൾ ചില കുട്ടികൾ അവർ പാചകക്കുറിപ്പുകളൊക്കെ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്ക് ഒരു തരിച്ചു പോകുന്ന രീതിയിൽ പറയുന്ന ആൾക്കാർ, വ്ളോഗേഴ്സ്, ദേ ആർ കമ്മ്യൂണിക്കേറ്റീവ്, ദേ നോ ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. യൂട്യൂബേഴ്സ്, യു ഹാവ് ഗോട്ട് സച്ച് യൂട്യൂബേഴ്സ് ഇൻ സ്കൂൾ. Don't let them go. Put them into the system of innovations. You have got people who with immense capacities in the school, provided you look into the children in such a way that you want to explore the strength of the child. In our school, we have got something like a website developed.
in that website, you can see only strengths of the children. 100 പ്രശ്നങ്ങളുള്ള കുട്ടിക്കും there is one evident significant strength which can be identified by the teacher, and that teacher is innovative. See, we try to document those strengths only, and we try to address those strengths only, so that we can find a generation which are going to make things happen on this planet. So that is what it's all about, innovation. So innovation is sometimes a demand, but if you start to succumb to the demand, then start innovating in every walk of life, in every corner of life, in every corner of the classroom, in every small inch of the campus. That's it. ഞാൻ നിങ്ങളെയൊക്കെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. Definitely we are going to see again during the face-to-face program. Over to you, Sony sir. You have got 7 minutes to go. ഓക്കെ സർ, താങ്ക് യു. നമുക്ക് അഭിപ്രായം പറയാൻ ഒരുപാട് പേർക്ക് അവസരം ഉണ്ടായത്, പലരും അഭിപ്രായം പറഞ്ഞില്ല. എല്ലാവരും വളരെ ശ്രദ്ധയോടെ സാഹൂതം കേട്ടിരുന്ന ക്ലാസ് ആണ് എനിക്ക് തോന്നുന്നു. ഇബ്രാഹിം സാറിന്റെ അഭിപ്രായം ഞാൻ വായിച്ചു. ശരിക്കും നമ്മുടെ ഇന്നോവേഷൻ, സാർ അവസാനം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റേറ്റ്മെന്റ് ഇറ്റ്സെൽഫ് എന്താണ്, ബ്ലൂമിങ്. അതായത് ഇന്നോവേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് എ ഡിമാൻഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇന്നോവേഷൻ ചെയ്യണമെന്ന് തോന്നിയാൽ മാത്രമേ അല്ലെ നമ്മൾക്ക് അതിനുള്ള ആ ഒരു ആശയതലത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ മാത്രമേ ഇന്നോവേഷൻ എപ്പോഴും സാധ്യമാവുകയുള്ളൂ. Fortunately, we all have innovative, we all have different thoughts and in our mind. So definitely our public education system is going to bloom എന്നുള്ളത് തന്നെയാണ് അതിന്റെ വാസ്തവം എന്ന് പറയുന്നത്. ശരിക്കും വളരെ മനോഹരമായി ഈ ക്ലാസ് കൈകാര്യം ചെയ്ത പ്രിൻസിപ്പൽ എടപ്പള്ളി പറയുന്നു. പ്രചോദനാത്മകമായ അനുഭവ സാക്ഷ്യം എന്നാണ് വളരെ മനോഹരമായി കൈകാര്യം ചെയ്ത ബഹുമാനപ്പെട്ട ഡോക്ടർ വിധു പി നായർ സാറിന് ടീം സിമാറ്റിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽമാരുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇവിടെ നാളെ നമുക്ക് അവധിയാണ്. നാളെ December 24th, നാളെ നമുക്ക് ട്രെയിനിങ് സെഷൻ ഇല്ല. മറ്റന്നാൾ ക്രിസ്മസ് ആണ്. ക്രിസ്മസിന്റെ അന്നും ട്രെയിനിങ് സെഷൻ ഇല്ല. നമ്മൾ അതിനുശേഷം ഇന്ന് 26-ാം തീയതി പതിവ് പോലെ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ജോയിൻ ചെയ്യും. 2 ദിവസം അവധിയാണ് എന്ന് കരുതി ആരും 26-ാം തീയതി വരാതിരിക്കരുത്. എല്ലാവർക്കും ഒരു ഹാപ്പി ക്രിസ്മസ് ടീം സിമാറ്റ് വിഷ് ചെയ്യുകയാണ്. സാറിനും നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഹാപ്പി വിഷസ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി.